गुरवे सर्वलोकानां षजे भवरोगिणां निधये सर्वविद्यानां दक्षिणामूर्तये नमः। गुरुब्रह्मा गुरु विष्णु गुरुदेवो महेश्वर गुरुसाक्षात् परब्रह्मा तस्मै श्री गुरवे नमः। अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकयां चक्षुरुन्मीलितं येन तस्मै श्री गुरवे नमः। धवलपक्षमिन्दोर्मण्डले सन्निविष्टं भुजङ्गवलयाहारं भस्मरार्धाङ्गमीशं हरिणवर्षपाणिं चारुचन्द्रार्धमौलिं हृदयकमलमध्ये सन्ततं चिन्तयामि। अथात्मानं शिवात्मानं श्रीरुद्ररूपं ध्यायेत् शुद्धस्फटिकसङ्काशं पञ्चवक्त्रं त्रिनेत्रं गङ्गाधरं दशभुजं सर्वाभरणभूषितं नीलग्रीवं शशाङ्काङ्गं नागयज्ञोपवीदिनं व्याघ्रचर्मोत्तरीयं च वरेण्यमभयप्रदं कमण्डलमक्षसूत्राणां धारणं शूलपाणिनं ज्वलन्तं पिङ्गलजटा शिखोमुद्योतधारणं वृषस्कन्धसमारूढम् उमादेहार्दधारिणम् अमृतप्लूतं शान्तं दिव्यभोगसमन्वितं दिग्देवतसमायुक्तं सुरासुरनमस्कृतं नित्यं च शाश्वतं ध्रुवमक्षरमव्ययं सर्वव्यापीनमीशानां रुद्रं वै विश्वरूपिणम् एवं धृत्वा यशनमारभेत्। पीताम्बरं करविराजितशङ्खचक्रकौमोदगी सरसिचं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वातालयेशमनिशं हृदि भावयामि। सर्वत्र गोविन्दनामसङ्कीर्तनं। हर ओं नमः पार्वतीपदे हर ओं नमः पार्वतीपदे हर ओं नमः पार्वतीपदे। വളരെ ശ്രേയസ്കരമായിരിക്കുന്ന ഈ മഹാക്ഷേത്ര സങ്കേതത്തിലേക്ക് ഗുരുവായൂരപ്പൻ്റെ മണ്ണിലേക്ക് എത്തുവാൻ സാധിച്ചത് ജീവിതത്തിലെ മഹാഭാഗ്യമായി കരുതുന്നു. 41ാമത് മഹാഭാഗവത സത്രത്തിൽ എത്തുമ്പോൾ ഇന്നത്തെ ദിവസം വിശേഷമായി അവതരിപ്പിക്കുന്നത് ചിന്തിക്കാൻ പോകുന്ന സത്സംഗം ശിവതത്വത്തിനെ കുറിച്ചുള്ളതാണ്. അതിസുന്ദരമായി നമ്മുടെ മലയാളത്തിൻ്റെ ഓരോ സുപ്രഭാതങ്ങളെയും സ്വീകരിക്കുന്നതായിരിക്കുന്ന കീർത്തനങ്ങളിലൊന്നാണ് നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ ഈ നരകത്തിൽ നിന്നും കരകയറ്റിയിടേണം തിരുവൈക്കം വാഴും ശിവശംഭോ എന്ന് തുടങ്ങുന്ന കീർത്തനവും വൈകുന്നേരത്തെ ഓരോ സായം സന്ധ്യാസമയങ്ങളും നമശിവായ മാദിയായൊരക്ഷരങ്ങൾ കൊണ്ടു ഞാൻ ചുരുക്കി നല്ല കീർത്തനങ്ങൾ ചൊല്ലുവാൻ ഗണേശനും മനസ്സിൽ വന്നുദിപ്പതിനനുഗ്രഹിക്കവാണിയും നമശിവായ പാർവതീശ പാപനാശനാഹരേ. ഇതൊക്കെ നമ്മുടെ ഈ ഒരു പരശുരാമ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിൻ്റെയും രക്തത്തിൽ ഉള്ളതായിരിക്കുന്ന കീർത്തനങ്ങൾ. അമ്മയുടെ വയറ്റിൽ നിന്ന് നമ്മൾ 10 മാസം കൊണ്ട് പുറത്തേക്ക് വരുമ്പോൾ ഓരോ 2 മാസം കൊണ്ടും നമ്മൾ പഞ്ചഭൂതങ്ങളെ ഓരോന്നിനെയും നമ്മുടെ ശരീരത്തിലേക്ക് ആ പഞ്ചഭൂതങ്ങൾ ചേർന്നാണ് എന്തുണ്ടാവുക, നമ്മുടെ ശരീരമുണ്ടാവുക. ഓരോ 2 മാസവും കടന്ന് പഞ്ചഭൂതങ്ങൾ അങ്ങനെ I2 10 10ാമത്തെ മാസം പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ ശരീരമെന്ന് പറയുന്നത് പഞ്ചഭൂതാത്മകമായി തീർന്നു. നമഃശിവായ. ആ നമഃശിവായ എന്നതായിരിക്കുന്ന ശരീരത്തെ നമ്മൾ എടുത്തുകൊണ്ട് നമ്മുടെ അമ്മയുടെ വയറ്റിൽ കിടന്ന് ചവിട്ടുമ്പോഴും ഒക്കെ തന്നെ പാവം ആ വയറെ തൊട്ടുകൊണ്ട് ജപിക്കും നാരായണ അല്ലേ. ശിവനുമായി നാരായണനുമായി. ശിവമെന്നതായിരിക്കുന്ന സങ്കല്പത്തിലേക്ക് കടക്കുമ്പോൾ എന്താണ് ശിവം, എന്താണ് ശിവൻ? 1000 നാവുള്ള അനന്തന് പോലും പ്രകീർത്തിക്കാൻ പറ്റാത്ത സങ്കല്പമാണ് ശിവം എന്ന് പറയുക. ശിവത്തിലേക്കുള്ളതായ വാതായനമാണ് ശിവൻ. ശിവം എന്ന ശബ്ദം നമ്മൾ എടുക്കുമ്പോൾ അറിയാം 3 ശബ്ദങ്ങൾ ചേരുന്നതാണ് ശിവം ഇല്ലേ. ശ ഈ വം. അതിൽ 2 വ്യഞ്ജനാക്ഷരവും 1 സ്വരാക്ഷരവും. വ്യഞ്ജനാക്ഷരത്തിൻ്റെ അധിപതിയാണ് സാക്ഷാൽ പരമശിവനെങ്കിൽ സ്വരാക്ഷരത്തിൻ്റെ അധിപതിയാണ് അംബ പാർവതി. 2 പേരും കൂടെ ചേരുന്നതാണ് ഏത്, ശിവം എന്ന് പറയുക. ലോകത്തിൻ്റെ കാതലായിരിക്കുന്ന ഭാഗമല്ലെങ്കിൽ ഒരേ ഒരു സങ്കല്പമേ ഈ ബ്രഹ്മാണ്ടത്തിലുള്ളൂ എന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത
സാക്ഷാൽ ഗണപതിയെ സ്മരിച്ചുകൊണ്ട് ശിവത്തിലേക്ക് കടക്കാം. ഏതൊരു കുഞ്ഞിനെ സംബന്ധിച്ചും അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഉലകം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ: അമ്മയും അപ്പനും. ആ അമ്മയും അപ്പനെയും അതിസുന്ദരമായി വരച്ചു കാട്ടി ലോകത്തിന് ഉത്തമ മാതൃകയാക്കി കൊടുത്തതാണ് സാക്ഷാൽ ശിവനും പാർവതിയും. ആട്ടെ, എന്താണ് ശിവം, എന്താണ് ശിവൻ, ആരാണ് ശിവൻ? ശിവത്തിനെ എങ്ങനെയാ പറയുക? നമ്മുടെ ഭൗതികമായിരിക്കുന്ന ജീവിതത്തിൻ്റെ എല്ലാ അലതല്ലലുകളും അവസാനിപ്പിച്ച് സ്വസ്ഥമായി ഇരിക്കുന്ന സ്ഥലത്തെത്തുമ്പോൾ അവിടെ കാത്തിരിക്കുമാറ് സാക്ഷാൽ ഭഗവാൻ കാത്തിരിക്കും, ഇല്ലേ? നമ്മുടെ ഈ ഒരു ജീവിതത്തിൻ്റെ ആവേശ തിമിർപ്പുകളൊക്കെ തീർത്ത് എല്ലാ കാര്യങ്ങളുമൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ചിലർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ചിലരെല്ലാം ചെയ്ത് തീർത്ത് വെച്ചതിന് ശേഷം സ്വസ്ഥമായി ഇരിക്കുന്നു എന്നൊക്കെ തന്നെ പറഞ്ഞാൽ പോലും ആർക്കും മനസ്സുകൊണ്ട് ഇഷ്ടമല്ല എന്ത്? ആ മരണത്തിന്, ഇല്ലേ? മരണകാലത്തെ ഭയത്തെ ചിന്തിച്ചാൽ മതിമറന്നു പോം മനമെല്ലാം, മനതാരിൽ വന്നു വിളയാടിയിടേണം തിരുവൈക്കം വാഴും ശിവശംഭോ. മരിക്കാൻ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില വേദികളിലൊക്കെ ഇരിക്കുമ്പോൾ ചില സജ്ജനങ്ങൾ പറയാറുണ്ട്, പിന്നെ മരിക്കാനൊക്കെ എളുപ്പം. എന്താ ആ ആധ്യാത്മികതയിൽ നിറഞ്ഞു നിൽക്കുകയാണെന്ന് തോന്നും കേൾക്കുമ്പോൾ. അപ്പോൾ അതിനോട് കാര്യത്തോട് അടുക്കുമ്പോഴായിരിക്കും എന്തുണ്ട് അതിൻ്റെ വേദന മനസ്സിലാക്കുക. ശിവമാത്മനി പശ്യന്തിന, ശിവം എന്നത് പരമാത്മാവ് മാത്രമാകുന്നു. പ്രതിമാസു ന യോഗിന, അവൻ എന്തല്ല? അവൻ പ്രതിമയുമല്ല, അവൻ യോഗിയുമല്ല, അവൻ സാക്ഷാൽ പരമാത്മാവ് മാത്രമാകുന്നു. അവനെ എങ്ങനെ അറിയാം, എങ്ങനെ ചിന്തിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഇപ്പോൾ ശിവൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കയറി വരുന്നത് ഇല്ലേ? ഏതോ ഒരു ശിവകാശിക്കാരൻ വരച്ച ഒരു പടം, ഇല്ലേ? ആ നീല നിറത്തിലിരിക്കുന്നു, 3 കണ്ണുകളോടുകൂടി, അതാണ് ശിവം, ഇല്ലേ? ശിവമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നുമല്ല ശിവം. ശിവമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ ഓരോ നിമിഷവും ആനന്ദത്തോടു കൂടി കഴിയുന്നതിനെയാണ് എന്തെന്ന് പറയുക? ശിവമെന്ന് പറയുക. ചിതയിലേക്ക് നമ്മൾ ഒരു ശരീരം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അവനോടൊപ്പം ചെല്ലാൻ ആരുമില്ല, ഇല്ലേ? അവൻ അന്ന് വരെ ഉണ്ടാക്കിയതും അന്ന് വരെ അവൻ സ്വരൂപിച്ചു കൂട്ടിയതും അവൻ്റെ പേരും മാനവും മഹത്വവും മഹിമയും എല്ലാം അവിടെ കേവലം ചോദ്യചിഹ്നങ്ങളായിട്ട് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഇതിനൊന്നും തന്നെ ആ ജീവനെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നില്ല എന്നുള്ള വലിയ തത്വത്തെ പഠിപ്പിച്ചു കൊടുക്കുന്നു എന്ത്? ശിവം എന്നതായ സങ്കല്പം. അപ്പോൾ ജീവിതത്തിൻ്റെ പരമാനന്ദമാണ്. എല്ലാം തീർന്നതിന് ശേഷം ഏറ്റവും സ്വസ്ഥമായിരിക്കുന്ന, ഏറ്റവും സുന്ദരമായിരിക്കുന്ന അനുഭൂതിയാണ് ഏത്? ശിവം എന്ന് പറയുക. ശിവത്തിനെക്കുറിച്ച് നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിക്കുമ്പോൾ ശിവൻ്റെ സങ്കല്പങ്ങൾ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എണ്ണമറ്റതായിരിക്കുന്ന രീതിയിൽ തന്നെ ശിവം. എന്താണ് ലോകത്തിൽ അന്നും ഇന്നും ഇനി നിലനിൽക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം: ശിവം, വേറൊന്നും തന്നെ ഇല്ല. ജടയിലേക്ക് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ എന്തായിരിക്കും? ശ്രീ പരമേശ്വരൻ തൻ്റെ ജട കൊണ്ട് അർത്ഥാക്കുക, കബർദം എന്ന് പറയും, അല്ലേ? ആ ജടയുടെ ഉള്ളിലാണ് അതിസുന്ദരമായിരിക്കുന്ന ഗംഗയെ ധരിച്ചു വെച്ചു. ആ ഗംഗയെ ധരിച്ചു വെച്ചപ്പോൾ പലരും വിചാരിച്ചു ചെയ്തു കൂട്ടിയ പാപങ്ങളൊക്കെ പോകണമെങ്കിൽ പോയി ഗംഗയിൽ പോയി മുങ്ങിയാൽ മതി, എല്ലാ പാപവും പോവും. അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തെല്ലാം തെറ്റുകൾ കാണിക്കാമോ ആ തെറ്റുകളെല്ലാം കാണിച്ചിട്ട് അവിടെ പോയി മുങ്ങുക, ഗംഗയിൽ മുങ്ങുക. എന്നാൽ അതല്ല, സാക്ഷാൽ ഗംഗയെ തൻ്റെ തിരിജടയിൽ സൂക്ഷിക്കുന്നതോടുകൂടി ഭഗവാൻ ശ്രീ പരമേശ്വരൻ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്: നിൻ്റെ ചിന്തയിൽ നിന്നായിരിക്കണം നിനക്ക് മുക്തി ഉണ്ടാവേണ്ടത്. ദുഃഖത്തിൻ്റെ കാരണം എന്ത്? ചിന്തയാണ് ദുഃഖത്തിൻ്റെ കാരണം. ചിന്തയാ ജായതേ ദുഃഖം എന്ന് പറയുക. സകല ദുഃഖങ്ങളുടെയും കേദാരമാണേത്? ചിന്തകൾ. എന്നാൽ ശിവനോ എല്ലാ ചിന്തകളിൽ നിന്നും മുക്തമായി സർവതന്ത്ര സ്വതന്ത്രമായി വിഹരിച്ചിരിക്കണം. ജടയിലൂടെ എന്താ സാക്ഷാൽ ശ്രീ പരമേശ്വരൻ കാണിച്ചു തരിക? നാമരൂപങ്ങൾക്കെല്ലാം അപ്പുറമായിരിക്കുന്ന സങ്കല്പമാണ്. നമ്മളെപ്പോലെ സാധാരണക്കാർക്കൊന്ന് പരിചയിക്കാൻ വേണ്ടി ചില രൂപങ്ങളൊക്കെ കൊടുത്തു. അതിലൊരു ജടയുണ്ട്, അല്ലേ? ആ ജട എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, അതിസുന്ദരമായിരിക്കുന്ന മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ശാന്തമായിരിക്കുന്ന അവസ്ഥ. ആ ശാന്തമായിരിക്കുന്നിടത്ത് നിന്നാണ് ആരുണ്ടാവുന്നത്? ഗംഗ ഉണ്ടാവുന്നത്. ഗംഗ എന്ന് വെച്ചാൽ എന്താകുന്നു? ജ്ഞാനമാകുന്നു. ജ്ഞാനം എന്തിനു വേണ്ടിയിട്ടാകുന്നു? ദുഃഖത്തിനെ ഒടുക്കാൻ വേണ്ടി, അഥവാ ദുഃഖത്തിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏത്? ജ്ഞാനമുണ്ടാകണം. അപ്പോൾ ആ നല്ല ആ ഒരു തത്വത്തിൽ നിന്ന്, ആ ഒരു ചിന്തയിൽ നിന്ന് മുക്തമായി സർവതന്ത്ര സ്വതന്ത്രമാവുക എന്നുള്ളതാണ് ആത്യന്തികമായി ശിവം എന്നതായിരിക്കുന്ന സങ്കല്പം കൊണ്ട് അർത്ഥവത്താക്കണത്.
സാക്ഷാൽ ശ്രീ പരമേശ്വരൻ തൻ്റെ തിരുനെറ്റിയിൽ വിഭൂതി പൂശിയിട്ടുണ്ടല്ലേ. എന്താ വിഭൂതി? വെണ്ണീറണിഞ്ഞിരുന്ന സാക്ഷാൽ ശിവനെ തിരുനീലകണ്ഠനെ ദക്ഷൻ തൻ്റെ മരുമകനായി മാത്രമേ കണ്ടുള്ളൂ ഇല്ലേ. ഈശ്വരാർപ്പിതമായി ചെയ്യാത്ത ഒരു കർമ്മവും ഫലവത്താകില്ല എന്ന് സുന്ദരമായി പഠിപ്പിച്ചു തരാനാണ് ദക്ഷൻ്റെ യാഗം കൊടുത്തിരിക്കുന്നത്. ഈശനില്ലാത്ത യാഗം, ഈശനില്ലാത്ത കർമ്മം, ഈശനില്ലാത്തതായിരിക്കുന്ന ഒരു കർമ്മവും ഫലവത്താവില്ല. നെയ്യില്ലാത്ത ഹോമം പോലെയാണ് ശിവനില്ലാത്ത യാഗം. ആരുണ്ടാവണം? ശിവമുണ്ടാവണം. ശിവമുണ്ടായേ പറ്റൂ. അതിസുന്ദരമായിരിക്കുന്ന ആ ശിവസങ്കല്പത്തിലേക്കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ രുദ്രഹൃദയ ഉപനിഷത്തിൽ സാക്ഷാൽ രുദ്രൻ്റെ സങ്കല്പത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അനവധി സങ്കല്പങ്ങൾ അതിൽ വരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമായിരിക്കുന്നു ഉമാരുദ്രാത്മിക സർവ പ്രജസ്ഥാവര ജംഗമ വ്യക്തം സർവം ഉമാരൂപ വ്യക്തം തു മഹേശ്വരം. എങ്ങനെ ശിവനെ കാണുന്നു എന്നുള്ളത് ആദ്യത്തെ ഭാവത്തെ പറയുന്നു. നമ്മൾ ഈ ലോകത്തിൽ കാണുന്നതായിരിക്കുന്ന എല്ലാ പുരുഷഭാവങ്ങളും ആരാകുന്നു? സാക്ഷാൽ ശിവനാകുന്നു. ഈ ലോകത്ത് കാണുന്നതായിരിക്കുന്ന സമസ്ത സ്ത്രീഭാവങ്ങളും എന്താകുന്നു? സാക്ഷാൽ പാർവതിയുമാകുന്നു. ഈ ലോകത്തിൽ എന്ത് മാത്രമേ ഉള്ളൂ? അമ്മയും അപ്പനും മാത്രമേ ഉള്ളൂ. ശിവനും പാർവതിയും മാത്രമാകണു. ശേഷം സുന്ദരമായി പറഞ്ഞു തരുന്നു വ്യക്തം സർവമുമാരൂപ. നമ്മുടെ ഈ ജഗത് സൃഷ്ടിയിൽ മുഴുവൻ നമ്മൾ കാണുന്നത് നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നമ്മൾ കാണുന്നതൊന്നും ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പറ്റുമോ? പറ്റില്ല. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതുമാണ്. അതിൻ്റെ നിലനിൽപ്പിൽ ചിലപ്പോൾ വിഷയങ്ങളുണ്ടാവാം. പക്ഷേ നമ്മൾ കാണുന്നതെല്ലാം തന്നെ എന്തെന്ന് ചോദിച്ചാൽ സുന്ദരമായി ഹൃദയോപനിഷത്ത് പറഞ്ഞു തരുന്നു. ഈ നമ്മൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നതാണ് പാർവതി. ആ ഒരു പാർവതി നമ്മൾ കണ്ണുകൾ കൊണ്ട് കാണുമ്പോൾ അകക്കണ്ണുകൊണ്ട് ജ്ഞാനചക്ഷുസ് കൊണ്ട് കാണുന്നതാകുന്നു ആര്? സാക്ഷാൽ ശിവം എന്നുള്ളത്. അതായത് പരോക്ഷമായി എല്ലാത്തിനെയും ലളിതയിൽ നമ്മൾ ജപിക്കാറുണ്ട്. ചിക് ശക്തി ചേതനാരൂപ ജഡശക്തിർ ജഡാത്മിക ഇല്ലേ. എല്ലാ ചൈതന്യമില്ലാതെ ജഡാവസ്ഥയിൽ കിടക്കുന്നതിനൊക്കെ ചൈതന്യത്തെ കൊടുത്ത് അനുഗ്രഹിക്കുന്നവളായതുകൊണ്ട് സാക്ഷാൽ ഭഗവതി ആരാകുന്നു? ചൈതന്യ സ്വരൂപിണിയാകുന്നു. ഈ സമിഷ്ടിയിൽ 5 കർത്തവ്യങ്ങളുണ്ട് ഇല്ലേ. 5 കൃത്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ 5 കൃത്യങ്ങൾക്കും അധിഷ്ഠാനം നമഃശിവായ. നമഃശിവായ സൃഷ്ടികർत्री ബ്രഹ്മരൂപ ഗോപ്ത്രീ ഗോവിന്ദരൂപിണി സംഹാരിണി രുദ്രരൂപ തിരോധാനക ഈശ്വരി സദാശിവ അനുഗ്രഹത പഞ്ചകൃത്യപരായണ. 5 എണ്ണം വന്നു ഇല്ലേ. സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം. അതിലേറ്റവും സുന്ദരമായി പറഞ്ഞു ആ ഒരു ലളിതാ സഹസ്രനാമത്തിൽ ആ ഭാഗത്തിൽ പറഞ്ഞു സദാശിവ അനുഗ്രഹത പഞ്ചകൃത്യപരായണ. അവിടെ അമ്മ മാത്രമായി അല്ല ഇരിക്കണം. അമ്മയോടൊപ്പം ആരുമുണ്ട്? സാക്ഷാൽ പരമ്പൊരുളുമുണ്ട്. ലളിതാ സഹസ്രനാമം സമാരംഭിക്കുമ്പോൾ ശ്രീമാത ഇല്ലേ, ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനീശ്വരി. മധ്യഭാഗത്തിലേക്ക് കാണുമ്പോൾ എത്തുമ്പോൾ നമ്മൾ വായിക്കും ശിവജ്ഞാനപ്രദായിന്യേ നമഃ. ഏറ്റവും അവസാനം ലളിതാ സഹസ്രനാമം പോയി സമ്പൂർണ്ണമാകുന്നത് ശിവശക്തി ഐക്യരൂപിണി ശ്രീലളിതാംബികായേ നമഃ. എത്രയാവർത്തി ശിവശിവ എന്നതായിരിക്കുന്ന ശബ്ദം എല്ലാ സഹസ്രനാമങ്ങളിലും എത്രയോ വട്ടം ആവർത്തിക്കുന്നു. അപ്പോൾ ആ ശിവം എന്ന് പറയുന്നത് ജഡമായിരിക്കുന്ന നമ്മളിലേക്ക് ആത്മചൈതന്യം വരുമ്പോഴാണ് നമ്മൾ ആരാവുക? ശിവമാവുക. ശിവനെ എവിടെ നോക്കണമെന്ന് ചോദിച്ചാൽ നമ്മൾ വീട്ടിൽ കണ്ണാടി നോക്കിയാൽ മതി. നമുക്ക് ആരെ കാണാം? ശിവനെ കാണാം. ശിവനെ കാണാൻ മറ്റൊരു സ്ഥലത്തേക്കും പോകേണ്ട ആവശ്യങ്ങളില്ല. ശിവൻ എവിടെ തന്നെയുണ്ട്? അകത്തിൽ തന്നെ സാക്ഷാൽ ശിവനുണ്ട്. ഉമാശങ്കര യോഗോ യഹ സ യോഗോ വിഷ്ണുരുച്യത്തെ യസ്തു തസ്മൈ നമസ്കാരം കുര്യത് ഭക്തി സമന്വിതഃ. സാക്ഷാൽ ഉമയും സാക്ഷാൽ ശങ്കരൻ്റെയും സംയോഗം, അല്ലെങ്കിൽ അവർ രണ്ടുപേരും ചേർന്നാൽ ആ ഒരു സ്വരൂപത്തിനെ വിളിച്ച പേര് നാരായണൻ. നമ്മൾ ഹരൻ എന്നും ഹരി എന്നും വിളിക്കല്ലേ. ഹരൻ എന്നത് പുല്ലിംഗത്തിലുള്ള ശബ്ദവും ഹരി എന്നുള്ളത് സ്ത്രീലിംഗത്തിലുള്ള ശബ്ദവും. സാക്ഷാൽ ശിവൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭഗവാൻ തൻ്റെ ഇടത് ഭാഗം ഉമയ്ക്ക് കൊടുത്തു ഇല്ലേ. ഇടത് ഭാഗം ഉമയ്ക്ക് കൊടുത്തപ്പോൾ അവനെ വിളിച്ചു അർദ്ധനാരീശ്വര എന്ന് വിളിച്ചു. വലത് ഭാഗം അവൻ നാരായണന് കൊടുത്തു. അവനെ എന്തെന്ന് വിളിച്ചു? ശങ്കരനാരായണ എന്ന് വിളിച്ചു. അതായത് സ്വന്തമായി ഉടലില്ലാത്തവൻ ആരോ അവൻ ശിവൻ. അവിടെയും കൊണ്ടും തീർന്നില്ല. നമ്മൾ പുരാണത്തിലൊക്കെ തന്നെ ഇതിനോടകം പലരും പരിചയിച്ചിരിക്കുന്ന ഒരു കഥയുണ്ട്.
ഒരിക്കൽ ബ്രഹ്മഭഗവാനും വിഷ്ണു ഭഗവാനും തമ്മിൽ ചെറിയ വഴക്കുണ്ടായി അല്ലേ, തങ്ങളിൽ ആരാണ് കേമൻ എന്നറിയാൻ വേണ്ടി. അപ്പോൾ അവരുടെ മധ്യത്തിലായിട്ടൊരു അഗ്നിലിംഗം ഉണ്ടാവുകയും അവിടെ ഒരു അശരീരി ഉണ്ടായി, അടിയും മുടിയും കണ്ടുവരൂ. പാദം കാണാനായി നാരായണസ്വാമി വരാഹമൂർത്തിയായി താഴേക്കും ഹംസരൂപത്തിൽ ബ്രഹ്മഭഗവാൻ മുകളിലേക്കും പോയി. രണ്ടുപേരും യാത്രകൾ സംവത്സരങ്ങളോളം യാത്ര ചെയ്തിട്ടും അടിയും കണ്ടില്ല, മുടിയും കണ്ടില്ല. തിരികെ വന്നു, കള്ളവും പറഞ്ഞുകൊണ്ടാണ് ആര് വന്നത്? ബ്രഹ്മദേവൻ വന്നത്. ഇല്ല, അതാണ് നമ്മൾ ആ പുരാണത്തിൽ കാണുക. എന്നാൽ ഈശനെ അറിയുന്നതിൻ്റെ ഏറ്റവും കാതലായിരിക്കുന്ന മറ്റൊരു രഹസ്യവും അതിൽ അടങ്ങിയിരിപ്പുണ്ട്. സമ്പത്തിൻ്റെ അധിപതിയാണ് വിഷ്ണു ഇല്ലേ, ഐശ്വര്യത്തിൻ്റെ അധിപതിയാണ് വിഷ്ണു, ഭൂമിയുടെയും ലക്ഷ്മിയുടെയും അധിപതിയാണ് വിഷ്ണു. വിഷ്ണു എന്നാൽ വ്യാപരിക്കുന്നവൻ, മോക്ഷസ്വരൂപനാണ് വിഷ്ണു. ആ മോക്ഷസ്വരൂപനായിരിക്കുന്ന നാരായണൻ സമ്പത്തിൻ്റെ അധിപതിയായി സമ്പത്ത് കൊണ്ട് ആരെ കാണാൻ പറ്റില്ല? ഈശനെ കാണാൻ പറ്റില്ല. എന്നാൽ വിദ്യ കൊണ്ട് പറ്റുമോ? വിദ്യയുടെ അധിപതിയാണ് ആര്? ബ്രഹ്മാവ്. ആ വിദ്യ കൊണ്ട് എത്ര മുകളിലേക്ക് പോയോ അത്രയും കാലം പോയിട്ടും എന്ത് കണ്ടില്ല? മുടിയും കണ്ടില്ല, അടിയും കണ്ടില്ല, മുടിയും കണ്ടില്ല. മറിച്ച് ഒരു ഭക്തൻ്റെ ഏറ്റവും നല്ല ലക്ഷണമാണ് ഈശൻ്റെ ഏത് ഭാഗമാണ് ആദ്യം കാണുക? ഏത് ഭാഗം ആദ്യം കാണുക? പാദഭാഗം ആദ്യം കണ്ടു. പാദം കണ്ടതോടുകൂടി ശിവായ വിഷ്ണുരൂപായ ശിവരൂപായ വിഷ്ണവേ വിഷ്ണുശ്ച ഹൃദയം ശിവാ ശിവശ്ച ഹൃദയം വിഷ്ണു. വിഷ്ണുവിൻ്റെ ഹൃദയത്തിൽ ശിവനും ശിവൻ്റെ ഹൃദയത്തിൽ വിഷ്ണുവും. ശങ്കരൻ്റെ പാതിയായ നാരായണനും ശങ്കരൻ്റെ പാതിയായ പാർവതിയും. എത്ര സുന്ദരമാണെന്ന് നോക്കൂ. എത്ര സുന്ദരമായ സങ്കല്പമാണ് ശിവമെന്ന് പറയുക. അവിടെയും കൊണ്ടും തീരുന്നില്ല, അതിസുന്ദരമായി പറയുന്നു. ഈ 5 കർത്തവ്യങ്ങളും സാക്ഷാൽ ശ്രീ പരമേശ്വരൻ എങ്ങനെയൊക്കെ നടത്തുന്നു എന്നറിയാമോ? ഭഗവാന്റെ 5 തിരുമുഖങ്ങളിലൂടെയാണ് സാക്ഷാൽ ഭഗവാൻ തിരുനീലകണ്ഠൻ തൻ്റെ ആ കർത്തവ്യങ്ങളെ മുഴുവൻ പൂർത്തീകരിച്ചെടുക്കുക. നമ്മൾ പറഞ്ഞു 2 മാസം കൂടുമ്പോൾ നമ്മുടെ അമ്മയുടെ വയറ്റിൽ നമ്മൾ ഉടലെടുക്കുമ്പോൾ 2 മാസം ചേർന്ന് പഞ്ചഭൂതങ്ങൾ ഓരോന്നും നമ്മളിലേക്ക് കയറുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ ആരായി? സാക്ഷാൽ ശങ്കരനായി. നമഃ ശിവായ എന്ന മന്ത്രം ചിലരുടെ ഇടയ്ക്ക് വന്ന് ചോദിക്കാറുണ്ട്, ഓം നമഃ ശിവായ എന്ന് പറയുമ്പോൾ 6 അക്ഷരം ഇല്ലേ, നമഃ ശിവായ എന്ന് പറയുമ്പോൾ 5 അക്ഷരമല്ലേ പാടുള്ളൂ എന്ന് പറയാറുണ്ട് ഇല്ലേ. ചിലർ വന്ന് എങ്ങനെയാണത് ആവുക എന്ന് ചോദിക്കാറുണ്ട്. നമഃശിവായയിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. നമഃശിവായയ്ക്ക് ഓംകാര നിർബന്ധവും ഇല്ല. നമഃശിവായ തൈത്തരീയ ഉപനിഷത്ത് മന്ത്രം വിശേഷാൽ ശ്രീരുദ്ര പ്രശ്നത്തിൽ നിന്നുള്ള ശബ്ദമാണേത്? നമഃശിവായ. വളരെ പെട്ടെന്ന് ചിന്തിച്ചിരിക്കാനായി നമഃശിവായ ഒന്ന് നോക്കാം. ശിവായ നമഃശിവായ. ശിവായ നമ. ശി എന്ന ശബ്ദം കൊണ്ട് സാക്ഷാൽ ശിവൻ, വകാരം കൊണ്ട് സാക്ഷാൽ അമ്മ പാർവതി, യകാരം കൊണ്ട് നമ്മൾ ജീവാത്മാവ്, ശികാരം കൊണ്ട് സാക്ഷാൽ ഈശൻ അയ്യൻ ഭഗവാൻ, വകാരം കൊണ്ട് അമ്മ അംബാദേവി പാർവതി, യകാരം കൊണ്ട് ജീവാത്മാക്കളായിരിക്കുന്ന നമ്മൾ. നകാരം കൊണ്ട് അഹങ്കാരവും മകാരം കൊണ്ട് മായയും. ഈ അഹങ്കാരവും മായയും എപ്പോഴാണോ അതിക്രമിക്കുന്നത് ശേഷം നമ്മൾ അനുഭവിക്കുന്ന ആനന്ദമാണ് ശിവായ. 5 വിധത്തിലാണ് പഞ്ചാക്ഷരി വിധിക്കപ്പെട്ടിരിക്കുന്നത്. 5 വിധത്തിൽ പഞ്ചാക്ഷരി വിധിക്കപ്പെടുമ്പോൾ ആദ്യത്തേതിനെ സ്ഥൂല പഞ്ചാക്ഷരി എന്ന് പറയും. സ്ഥൂല പഞ്ചാക്ഷരിയാണ് ഓം നമഃ ശിവായ. നമഃ ശിവായ. അടുത്തത് സൂക്ഷ്മ പഞ്ചാക്ഷരി ശിവായ നമ. നമഃ ശിവായ സ്ഥൂല പഞ്ചാക്ഷരി, സൂക്ഷ്മ പഞ്ചാക്ഷരി ശിവായ നമ. കാരണ പഞ്ചാക്ഷരി വാശി എന്ന് ആവർത്തിച്ച് ജപിക്കുക. എന്തായിരിക്കും? വാശി എന്ന് ജപിച്ചാൽ എന്താവും? ശിവ 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 എന്നാവും. അപ്പോൾ വാശി പോവാൻ എന്ത് ജപിച്ചാൽ മതി? വാശി എന്ന് ജപിച്ചാൽ മതി. എന്തായിക്കോളും? ശിവ ശിവ എന്നായിക്കോളും. നാലാമത്തത് മഹാകാരണ പഞ്ചാക്ഷരി. മഹാകാരണ പഞ്ചാക്ഷരിയിൽ വശി എന്ന് മാത്രം.
അതും ആവർത്തിക്കുമ്പോൾ എങ്ങനെയാവും? ശിവ 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 എന്നാവും. അഞ്ചാമത്തത് മുക്തി പഞ്ചാക്ഷരി. മുക്തി പഞ്ചാക്ഷരിയിൽ ഒറ്റ ശബ്ദമേ ഉള്ളൂ, ശി. ശി, വേറെ ശബ്ദമേ ഇല്ല, അതിൽ വകാരവുമില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ മായയെയും തരണം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ശുദ്ധ സത്വബോധം ഒന്ന് മാത്രമേ ഉള്ളൂ, അത് സാക്ഷാൽ ശിവമായി തന്നെ. ശിവലിംഗത്തിൽ ആരൊക്കെയുണ്ട്? അമ്മയും അപ്പനും കൂടെ ഇരിക്കുക, രണ്ടുപേർ. അതിനാണല്ലോ ശിവക്ഷേത്രങ്ങളിൽ പിൻവിളക്ക് കത്തിക്കുക എന്ന് പറയുന്ന ഒരു കീഴ്വഴക്കമുണ്ട്, ഇല്ലേ? എന്തിനാ? സാക്ഷാൽ അമ്മയും അതിലുണ്ട്. അതുകൊണ്ട് രണ്ടുപേരെയും ഒരിക്കലും രണ്ടായി കാണാൻ പറ്റില്ല, രണ്ടും കൂടെ ചേർന്ന് ഒന്ന് മാത്രമായി. അപ്പോൾ ആദ്യത്തെ തിരുമുഖം എന്ന് പറയുന്നതാണ് അതിസുന്ദരമായിരിക്കുന്ന ഭാവം. മറ്റൊന്ന്, ഭഗവാൻ തൻ്റെ സൃഷ്ടിയെ അല്ലെങ്കിൽ തൻ്റെ വൈഭവത്തിനെ എങ്ങനെ നിർവഹിക്കുന്നു എന്ന് ചോദിച്ചാൽ ആദ്യത്തേത് സദ്യോജാതം എന്നതായിരിക്കുന്ന തിരുമുഖത്തിൽ കൂടെ സമഷ്ടിയെയും സൃഷ്ടിക്കുന്നു സാക്ഷാൽ ശ്രീ പരമേശ്വരൻ. ആദ്യത്തെ മുഖം. ആ ആദ്യത്തെ തിരുമുഖം ഏത് അക്ഷരത്തിനെ സൂചിപ്പിക്കുന്നു? നാ എന്നതായ ശബ്ദത്തിനെ സൂചിപ്പിക്കുന്നു. അവിടെ കൂടെ ഇനി അടുത്തത് നോക്കുക, പഞ്ച ഇന്ദ്രിയങ്ങളിൽ ചെവിയെയും സൂചിപ്പിക്കുന്നു, വിഷയവാസനകളിൽ ശബ്ദത്തിനെ സൂചിപ്പിക്കുന്നു, കർമ്മ ഇന്ദ്രിയങ്ങളിൽ നാവിനെ സൂചിപ്പിക്കുന്നു. വിശേഷമായ രീതിയിൽ ഇത് ഭൂമിയെ സൂചിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ബീജമന്ത്രം എന്ന് പറയുന്നത് ഹം എന്ന ശബ്ദമാകുന്നു. ഈ ഇത്രയും കാര്യങ്ങൾ ഒറ്റ ശബ്ദത്തിൽ നിന്നുണ്ടായി. അതുകൊണ്ട് അതിനെ എന്തെന്ന് പറഞ്ഞു? നാ എന്ന് പറഞ്ഞു. നമ്മുടെ ക്ഷേത്രത്തിലെ ഗോപുരത്തിലേക്ക് കിടക്കുമ്പോൾ വലിയൊരു നടരാജമൂർത്തിയുടെ ഒരു ചിത്രം വെച്ചിട്ടുണ്ട്, വരച്ചു വെച്ചിട്ടുണ്ട്, ഇല്ലേ? നടരാജമൂർത്തിയായി സാക്ഷാൽ ഭഗവാൻ ആനന്ദതാണ്ഡവമാടി നിൽക്കുന്നത്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ അപസ്മൃതിയെ തൻ്റെ പാദത്തിന് കീഴിലിട്ട് തൻ്റെ ഒരു കാലെടുത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു കയ്യിൽ ഡമരവും ഒരു കയ്യിൽ അഗ്നികുണ്ഡവും ഒരു കയ്യിൽ അഭയവരദമുദ്രകളോടുകൂടി സാക്ഷാൽ ഈശൻ നിൽക്കുന്നത്. തൻ്റെ ഒരു കയ്യിൽ ഡമരു പിടിച്ചിരിക്കണു. ഡാമരു എന്നതുകൊണ്ട് നാദത്തിനെ സൂചിപ്പിക്കണു. ബ്രഹ്മാണ്ഡ ഉത്പത്തിയുടെ കാരണം തന്നെ നാദമായി പരിഗണിക്കപ്പെടുന്നു. സാക്ഷാൽ ഈശൻ തൻ്റെ ആദ്യത്തെ ശബ്ദത്തിനെ ജനിപ്പിച്ചു. അഥവാ ശിവൻ എന്നതായ നമശിവായ മന്ത്രത്തിൻ്റെ ആദ്യത്തെ ധ്വനി ഉണ്ടായതും ഈ ലോകത്തുള്ള സമസ്ത ഭാഷകളും സമസ്ത അക്ഷരങ്ങളും സമസ്ത സംഗീതവും സമസ്ത അറിവുകളും എവിടെ നിന്നുണ്ടായി? സാക്ഷാൽ ശിവൻ്റെ ഡമരുവിൽ നിന്നുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ശിവനെ വിദ്യേശ്വരൻ എന്ന് വിളിക്കുക. വിഷ്ണു മോക്ഷദായകനാകുമ്പോൾ ശിവൻ മംഗളകാരകനാകുന്നു, ഇല്ലേ? ശിവൻ എങ്ങനെയാണ് മംഗളകാരനാകുക, ഇല്ലേ? അവൻ്റെ വേഷം കണ്ടാൽ മംഗളകാരണം എന്ന് പറയൂ, ഇല്ലേ? പുലിത്തോലുടുത്ത് വെണ്ണീരെടുത്ത് ദേഹത്തിട്ട്, ഇല്ലേ? 2 കണ്ണുള്ള നമ്മളെ നോക്കാനുള്ള നമ്മുടെ ഈശന് 3 കണ്ണ്, ഇല്ലേ? അവൻ്റെ കൂടെയുള്ളവർക്കൊക്കെ തന്നെ നോക്കുക. അംഗവൈകല്യം വന്നവർ, ദേഹം മുഴുവൻ വിഭൂതിയുള്ളവർ, ചിലതിന് കണ്ണില്ലാത്തവർ, കൈയൊടിഞ്ഞവർ, കാലൊടിഞ്ഞവർ, ദേഹം മുഴുവൻ കണ്ണുള്ളവർ, ഇല്ലേ? സാമാന്യമായിരിക്കുന്ന ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയാണ് മംഗളം എന്ന് പറയുക, ഇല്ലേ? ഇനി നോക്ക്, രണ്ടാമത്തെ ശബ്ദത്തിലേക്ക് പോകുമ്പോൾ ആ ഒരു ഭാവത്തിൽ സാക്ഷാൽ ഭഗവാന്റെ രണ്ടാമത്തെ തിരുമുഖത്തിനെയാണ് വാമദേവൻ എന്ന് പറയുക. വാമദേവൻ. എന്താ വാമദേവൻ എന്ന് പറയുക? ആ വാമദേവൻ എന്തിനെ സൂചിപ്പിക്കുന്നു? ജ്ഞാനസ്വരൂപമായിരിക്കുന്ന സങ്കല്പങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് ഈ തിരുമുഖത്തിൽ നിന്നാണ് ഗായത്രി മന്ത്രം ഉണർത്തപ്പെടുന്നത്. ഭഗവാന്റെ വാമദേവ മുഖത്തിൽ നിന്ന് വേദങ്ങൾ ജനിക്കുന്നു. ഭഗവാന്റെ വാമദേവ മുഖത്തിൽ നിന്ന് അതിസുന്ദരമായിരിക്കുന്ന ഗായത്രിയെ സാക്ഷാൽ വിശ്വാമിത്ര മഹർഷി ഉണർത്തിയെടുത്തു. അതാണ് വാമദേവം എന്നതായിരിക്കണം തിരുമുഖം കൊണ്ട് അടുത്ത പ്രാധാന്യം എന്ന് പറയുക. ഈ ഒരു ഭാവത്തിൽ ശ്രീ പരമേശ്വരൻ ദർശനം അരുളുമ്പോൾ ആ ഭഗവാന്റെ സ്വരൂപത്തിനെ വിളിച്ച പേരാണ് പരമേശ്വരൻ. പരമേശ്വരനായി സാക്ഷാൽ ഭഗവാൻ ഇരിക്കുമ്പോൾ ഭഗവാനോട് ചേർന്നിരുന്ന അംബികയുടെ പേരാണ് ദുർഗ. സദ്യോജാതനായി സാക്ഷാൽ ഭഗവാൻ വാണരുളുന്ന സമയം ഭഗവാന്റെ സ്വരൂപത്തിൻ്റെ പേരാണ് ശിവൻ. ശിവനായി ഭഗവാൻ ഇരിക്കുമ്പോൾ ഭഗവാനോട് ചേർന്നിരിക്കുന്നവളാണ് ആര്? പാർവതി. ശിവൻ, പാർവതി. രണ്ടാമത്തത് വാമദേവൻ. വാമദേവ ഭാവത്തിൽ ഭഗവാൻ ഇരിക്കുമ്പോൾ ഭഗവാന്റെ ഭാവത്തിനെയാണ് എന്തെന്ന് പറയുക? പരമേശ്വരൻ. പരമേശ്വരനായി ഭഗവാൻ വിരാജിച്ചരുളുമ്പോൾ ഭഗവാനോട് ചേർന്നിരിക്കുന്ന അംബികയുടെ സ്വരൂപത്തിനെയാണ് എന്തെന്ന് പറയുക? ദുർഗ എന്ന് പറയുക. അപ്പോൾ ഈ വാമദേവമുഖം പഞ്ചഭൂതങ്ങളിൽ എന്തിനെ സൂചിപ്പിക്കുന്നു? അതിസുന്ദരമായിരിക്കുന്ന ജലത്തിനെ. സുന്ദരമായ പഞ്ചഭൂതങ്ങളിൽ ജലത്തിനെ. ശേഷം ഒന്ന് നോക്കുക, പഞ്ച ഇന്ദ്രിയങ്ങളിൽ അടുത്തത് ത്വക്കിനെ സൂചിപ്പിക്കുന്നു, വിഷയവാസനകളിൽ സ്പർശനത്തിനെ സൂചിപ്പിക്കുന്നു, കർമ്മ ഇന്ദ്രിയങ്ങളിൽ കയ്യെ സൂചിപ്പിക്കുന്നു. ഇതിൻ്റെ ബീജമന്ത്രമായി നിൽക്കുന്നത് വം എന്നതായ ശബ്ദം പഞ്ചഭൂതങ്ങളിൽ.
അപ്പോൾ ഏതൊരുവനിലാണോ പഞ്ച ഇന്ദ്രിയങ്ങളും പഞ്ചഭൂതങ്ങളും 5 ഉപപ്രാണനും ഏതൊരുവനിലാണോ അടങ്ങിയിട്ടുള്ളത് ശങ്കരോതീതി ശങ്കര. ഇതെല്ലാം അടങ്ങിയിരിക്കുന്നത് ഒരുവനിലായതുകൊണ്ട് അവനെ വിളിച്ച പേര് ശങ്കരൻ എന്ന് വിളിച്ചു. ഹര ഓം നമ പാർവതീപതേ. സാക്ഷാൽ ഭഗവാൻ നടരാജപെരുമാനായി ഇരിക്കുന്ന സമയത്ത് ഭഗവാന്റെ ഒരു കയ്യിൽ ഡമരു ഇല്ലേ, ആ ഡമരുവിൽ നമ്മൾ പറഞ്ഞു നാദം, അതിൽ നിന്നുണ്ടായി നാ എന്നതായ ശബ്ദം. രണ്ടാമത് നടരാജമൂർത്തിയായിരിക്കുന്ന ഭഗവാന്റെ തിരുമുഖത്തേക്ക് നോക്കുമ്പോൾ ഇല്ലേ, പിന്നീട് ഭഗവാന്റെ തിരുമുഖ വരിക. തിരുമുഖത്തിലേക്ക് നോക്കുമ്പോൾ തിരുമുഖത്തിൽ നിന്നാണ് മകാരമുണ്ടായി അഥവാ വാമദേവമുണ്ടായി. ഇനി മൂന്നാമത്തെ ഭാവത്തിലേക്ക് നോക്കുക, ഭഗവാന്റെ കയ്യിൽ ഒരു അഗ്നികുണ്ഡം വെച്ചിട്ടുണ്ട് അല്ലേ, അതിനെ കാലാഗ്നി എന്നൊക്കെ പറയാറുണ്ട്. കാലാഗ്നി എന്താ കാലാഗ്നി എന്ന് പറയുക? സംഹാര കർത്തൃത്വത്തിനെ നടത്തുന്നത്, കർത്തവ്യത്തിനെ നടത്തുന്നതാണ് ഇത് ആ മൂന്നാമത്തെ സങ്കല്പം എന്ന് പറയുക. അതിനെയാണ് അഘോര രുദ്രമൂർത്തി എന്ന് പറയുക, അഥവാ അഘോരഭാവം എന്ന് പറയുക. അഘോരഭാവത്തിലേക്ക് സാക്ഷാൽ ഭഗവാൻ തൻ്റെ വിശ്വരൂപം എങ്ങനെയായിരിക്കണമെന്നറിയോ? രുദ്രനായിട്ട് ഭഗവാൻ ഇരിക്കുമ്പോൾ അമ്മ ആരായി? രുദ്രാണിയായിട്ട് സാക്ഷാൽ ദേവി മാറണു. ഇതെന്തിനെ സൂചിപ്പിക്കുന്നു? അഗ്നിയെ സൂചിപ്പിച്ചുകൊണ്ട് പഞ്ചേന്ദ്രിയങ്ങളിൽ കണ്ണിനെയും വിഷയവാസനകളിൽ രൂപത്തിനെയും കർമ്മ ഇന്ദ്രിയങ്ങളിൽ കാലിനെയും ബീജമന്ത്രങ്ങളിൽ രമ്മെന്നതായിരിക്കുന്ന ശബ്ദത്തെയും കുറിക്കുന്നു. ഏത്? അഘോരം എന്ന ഭാവത്തിൽ. ആ അഘോരഭാവത്തിലൂടെ മൂന്നാമത്തെ ശബ്ദവും ജനിച്ചു. ഏത്? ഷി എന്നതായിരിക്കുന്ന ശബ്ദം. ന മ ഷി. ഇനി നോക്കുക, നാലാമത്തെ ഭാവത്തിലേക്ക് കിടക്കുമ്പോഴാണ് തത്പുരുഷൻ അല്ലേ, തത്പുരുഷൻ. വിശേഷമായിരിക്കുന്ന നാലാമത്തെ തിരുമുഖമാണ് ഇത് തത്പുരുഷൻ. തത്പുരുഷായ വിദ്മഹേ മഹാദേവായ ധീമഹി തന്നോ രുദ്ര പ്രചോദയാത്. സാക്ഷാൽ ഭഗവാൻ നടരാജഭാവത്തിൽ നിന്ന് തൻ്റെ ഒരു കൈകൊണ്ട് അനുഗ്രഹിക്കുന്നുണ്ടില്ലേ, അഭയവരദമുദ്രകളിൽ ഒരു കൈകൊണ്ട് അനുഗ്രഹം കൊടുത്തുകൊണ്ട് ഭഗവാൻ ഇരിക്കുമ്പോൾ ആ ഒരു കൈകൊണ്ട് ഭഗവാൻ കൊടുക്കുന്നതാണ് ബോധത്തിനെ. ആ ബോധത്തിനെ കൊടുക്കുന്ന സമയത്ത് സാക്ഷാൽ ഈശൻ്റെ ഭാവം കാളൻ. കാളൻ കേട്ടിട്ടില്ലേ? ഞങ്ങളുടെ തെക്ക നാട്ടിലോട്ടൊക്കെ വരുമ്പോൾ ചോറിലൊഴിക്കണ ഒരു കൂട്ടാൻ്റെ പേരും ഇതേ സാധനം, ഏത്? കാളൻ എന്ന് പറയാറുണ്ട്. കാളനായി സാക്ഷാൽ അംബികേശൻ ഇരിക്കുമ്പോൾ അമ്മയുടെ ഭാവം കാളി. കാളനും കാളിയുമായിരിക്കുന്ന സമയത്ത് നോക്കുക, 2 പേർക്കും ചന്ദ്രകലയുണ്ട് ഇല്ലേ, ചന്ദ്രകല. 3 കാലത്തിനെയും അതിജീവിച്ചു. ഭൂതത്തിനെയും വർത്തമാനത്തെയും ഭാവിയെയും അതിജീവിച്ചു. കാളി എന്ന ഭാവത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ കാളുന്നവൾ, കറുത്തവൾ എന്നൊക്കെ അർത്ഥമുണ്ട്. കറുത്തവളായിരിക്കുന്നവൾ കൊണ്ട് തന്നെ അവളുടെയും ബീജമന്ത്രമായി ഗണിക്കപ്പെടുന്ന ദേവീ ഭാഗവതം ക്ലിം എന്നതായിരിക്കുന്ന ബീജമന്ത്രത്തിന്. ഇവിടെ തത്പുരുഷനായിരിക്കുന്ന സാക്ഷാൽ ഭഗവാൻ ബോധസ്വരൂപനായി ബോധത്തെ തന്ന് അനുഗ്രഹിക്കുമ്പോൾ വാ എന്നതായിരിക്കുന്ന ശബ്ദത്തിനെ ലോകത്തിന് പ്രദാനം ചെയ്തുകൊണ്ട് പഞ്ച ഇന്ദ്രിയങ്ങളിൽ നാക്കിനെയും അതേപോലെ തന്നെ വിഷയവാസനകളിൽ രസത്തിനെയും കർമ്മ ഇന്ദ്രിയങ്ങളിൽ ലിംഗത്തിനെയും പഞ്ചഭൂതങ്ങളിൽ വായുവിനെയും തൻ്റെ കർത്തവ്യങ്ങളിലായിട്ട് തിരോധാന ഭാവത്തിനെയും ആര് നൽകുന്നു? സാക്ഷാൽ ഭഗവാൻ ശ്രീ പരമേശ്വരൻ നിർവഹിക്കണു. ശേഷമുള്ളതാണ് 5ാമത്തെ തിരുമുഖത്തിലേക്ക് കടക്കുമ്പോൾ. 5ാമത്തെ തിരുമുഖം ഒന്ന് ആലോചിച്ച് നോക്കിയ, ഭഗവാൻ തൻ്റെ അഭയവരദ ഹസ്തങ്ങളിൽ ഒരു ഹസ്തം താഴേക്ക് ഭൂമിയിലേക്ക് തൻ്റെ ഒരു കാൽ ഉയർത്തിപ്പിടിച്ചതിന് ശേഷം ആ കാലയിലോട്ട് നോക്കിക്കൊണ്ട് ഒരു കൈയും കൂടെ വെച്ചിരിക്കണു. അതായത് ആശ്രയിക്കാനുള്ളത് സാക്ഷാൽ ഈശൻ്റെ അയ്യൻ്റെ പാദങ്ങൾ മാത്രമാണ് ആശ്രയമെന്ന് ലോകത്തിന് മുഴുവൻ കാണിച്ചു കൊടുത്തു. നീ ഈ പാദത്തെ ആശ്രയിച്ചാൽ നിനക്ക് അജ്ഞാനം ബാധിക്കാണ്ടിരിക്കും. അതുകൊണ്ട് അജ്ഞാനത്തിന് എൻ്റെ പാദത്തിൻ്റെ കീഴിൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് ഇല്ല, അപസ്മൃതി എന്ന് പറയാറുണ്ട്. ശൈവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സങ്കല്പമാണ് പശു പാസം പതി. പശു പാശം പതി, മലയാളത്തിൽ പറയുമ്പോൾ പശു പാശം പതി. പശു എന്താ, പാശം എന്താ, പതി എന്താ? നമ്മൾ ലളിതയിൽ ജപിക്കാറുണ്ട് പശുലോക ഭയങ്കരി ഇല്ലേ. ആദ്യം നമ്മൾ ശ്രീമാത എന്നൊക്കെ വിളിച്ച് അമ്മയെ നല്ല വാത്സല്യപൂർവ്വം നമ്മൾ വിളിച്ചിട്ട് അമ്മയെ പിന്നെ കുറച്ച് കഴിഞ്ഞ് വിളിക്കുകയാണ് എന്ത്, അല്ലയോ പശുലോക ഭയങ്കരി ഇല്ലേ. ഭയങ്കരി, ഭയങ്കരമായ സ്വരൂപത്തോടു കൂടി. അമ്മ എങ്ങനെയുള്ളവർക്കാണ് ഭയങ്കരിയാവുക? പശുബുദ്ധിയുള്ളവർക്കാണ് അമ്മ ആരാവുക? ഭയങ്കരിയാവുക. അതുകൊണ്ട് പശുലോക ഭയങ്കരി. അപ്പോൾ എന്താ പശു എന്ന് പറയുമ്പോൾ? പശു എന്ന് പറയുമ്പോൾ ജീവാത്മാവിനെ പശു എന്ന് പറയുന്നു. ഭാഗവതത്തിലും പശുബുദ്ധി എന്നല്ലേ പറയുക. ഭാഗവതത്തിലും നമ്മൾ ജീവാത്മാവിന് എന്താ? പശുബുദ്ധി എന്നാ പറയുക. പശുബുദ്ധി.
കണ്ടില്ലേ, പശു ഇങ്ങനെ മേഞ്ഞ് നടക്കുമ്പോൾ ചെയ്യണ പോലത്തെ കാര്യങ്ങൾ. ഇക്കര നിൽക്കുമ്പോൾ അക്കരെ പച്ച ഒന്നിലൊതുങ്ങാണ്ട് പരതി 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 നടക്കുക. അപ്പോൾ ആ പശു ഈശനോടടുക്കുമ്പോൾ ആ പശുവിനെ പിന്നിലേക്ക് വലിക്കാനൊരു സാധനമുണ്ട് ഇല്ലേ, അതിനെ പാശമെന്ന് പറയും. ലളിതയിൽ നമ്മൾ ജപിച്ചു രാഗസ്വരൂപ പാശാഢ്യ എന്ന് ജപിച്ചു ഇല്ലേ. പശു ഈശനോടടുക്കുമ്പോൾ പശുവിനെ പിന്നോട്ട് വലിക്കും, പതിയിലേക്ക് അടുപ്പിക്കില്ല. പതിയിലേക്ക് അടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൻ്റെ കർമ്മക്കെട്ടുകളൊക്കെ അങ്ങോട്ട് ഒഴിവാക്കണം, ബന്ധനങ്ങൾ അഴിയണം. ബന്ധനങ്ങൾ എങ്ങനെ അഴിയാത്തത്? എന്തുകൊണ്ടാണ് അഴിയാത്തത്? രണ്ട് കാര്യങ്ങൾ ചേരുന്നത് കൊണ്ടാണ്. ഞാനെന്ന ഭാവവും എൻ്റേത് എന്ന മമതയും, ഇതിനെ രണ്ടിനെയും കൂടെ ചേർത്തപ്പോൾ അഹങ്കാരമെന്നും വിളിച്ചു. ഞാനെന്ന ഭാവം എൻ്റേത്, ഈ രണ്ട് കാര്യങ്ങൾ കിടക്കുമ്പം പതിയോടല്ല താല്പര്യം, എന്തിനോടായിരിക്കും? ബാക്കിയുള്ളതിനോട്. പശുവിൻ്റേതായിരിക്കും. ചെളിക്കുഴിയിൽ പന്നി കടന്ന് പുളഞ്ഞ് സുഖിക്കുന്നത് പോലെ പശുവിൻ്റെ സ്വൈര്യവിഹാരങ്ങളിൽ പശു സദാസമയമായിരിക്കും, പതിയോട് അടുക്കില്ല. ഇനി അടുത്ത പതിയിലേക്ക് നോക്ക്. എന്താ പതി എന്ന് പറയുക? ആരാ പതി? പത്നിയുടെ സ്വാമി എന്തെന്നാ വിളിക്കുക? പതി ഇല്ലേ. ജീവാത്മാക്കളായിരിക്കുന്ന, അതായത് ഗോപികമാർക്ക് പതി വാസുദേവൻ, അമ്മ പാർവതിക്ക് പതി പരമേശ്വരൻ, അമ്മ ലക്ഷ്മിക്ക് പതി നാരായണൻ, നമുക്ക് ഓരോരുത്തർക്കും പതി സാക്ഷാൽ ഈശൻ അല്ലേ, സാക്ഷാൽ പരമേശ്വരൻ നമുക്ക് ഓരോരുത്തർക്കും പതിയായിരിക്കണം. ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും കഥയിലൂടെ ലോകത്തിനെ പഠിപ്പിക്കണത് ഈശൻ എന്നത് അനന്തമായിരിക്കുന്ന സങ്കല്പം, ഇൻഫനൈറ്റ് എന്ന് പറയും അതിനെ. ഒരിക്കലും നമ്മുടെ സാധാരണ യുക്തി കൊണ്ട് അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റാത്തതായിരിക്കുന്ന അത്ര സുന്ദരമായിരിക്കുന്ന സങ്കല്പമാണ് ഇത് ഈശൻ എന്ന് പറയുക, ഭഗവാൻ എന്ന് പറയുക. എന്നാൽ ഈ ഈശൻ്റെ സ്വരൂപത്തിനെ, ഈ പതിയുടെ സ്വരൂപത്തിന്, അടുത്ത സ്വരൂപത്തിനെ ആഗമത്തിൽ കാണുന്നത് ജ്ഞാനത്തിൻ്റെ മൂർത്തി എന്നാണ്. ജ്ഞാനത്തിൻ്റെ മൂർത്തി, ജ്ഞാനമൂർത്തിയായി ഭഗവാൻ ഇരിക്കുമ്പോഴല്ലേ ദക്ഷിണാമൂർത്തി എന്ന് വിളിക്കുക. ശിവനിലേക്ക് നോക്കിക്കുക, എത്ര സൗന്ദര്യ അല്ലേ. ഞാൻ ഒരിടത്ത് പ്രസംഗിച്ചപ്പോൾ ഇങ്ങനത്തെ പറഞ്ഞപ്പോൾ അവർ പറയുണ്ടായി, ശിവൻ്റെ വാഹനം കാള, ഭഗവതിയുടെ വാഹനം സിംഹം, കാർത്തികേയൻ്റെ വാഹനം മയിൽ, ഗണപതിയുടെ വാഹനം എലി. ഇതെല്ലാം ഇങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി എന്നോട് ഒരിക്കൽ ചോദിച്ചു, ആചാര്യ ഇവരൊക്കെ ഈ വാഹനങ്ങൾ എവിടെയാണ് പാർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു. പാർക്ക് ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക. തിരുനീലകണ്ഠൻ്റെ കഴുത്തിൽ നാഗം കിടപ്പുണ്ട്, ഇവരെല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു കഴിഞ്ഞാൽ ഒരാളും തമ്മിൽ ചേരുന്ന ഒരു സ്വഭാവമുള്ളവരാരും തന്നെ അതിലില്ല. അപ്പോൾ എങ്ങനെയായിരിക്കണം തൻ്റെ കുടുംബത്തെ കൊണ്ടുപോകേണ്ടത് എന്ന് കാണിച്ചു തരുമ്പോഴും ഭർത്താവായിരിക്കുന്ന അതേ സമയം തന്നെ പരമയോഗീവര്യനാണ് ആര്? സാക്ഷാൽ ഭഗവാൻ അല്ലേ. യോഗീനാം പതയെ നമശിവായ ശാന്തായ ശുദ്ധായ പരമാത്മനെ പ്രണതക്ലേശനാശായ യോഗീനാം പതയെ നമ. യോഗികൾക്ക് മുഴുവൻ അധിപതിയായിരിക്കുന്നവനും അതേസമയം പാർവതിയുടെ രമണനുമാണാര്? സർവേശ്വര അവിടുന്ന്. ശേഷം ഈശാനൻ എന്നതായിരിക്കുന്ന ഭാവത്തിൽ സാക്ഷാൽ ഭഗവാൻ ശ്രീപരമേശ്വരൻ്റെ ഏറ്റവും സ്വാത്വികമായിരിക്കുന്ന ഭാവം, ഏറ്റവും ശ്രേഷ്ഠമായ ഭാവത്തിനെ ശാസ്ത്രങ്ങളിൽ നിരൂപിക്കുന്നതാണ് ഈശാനൻ. ഈശാനൻ അഷ്ടദിക്പാലകന്മാരിൽ ആര്? ഈശനുണ്ട് ഇല്ലേ. ഈശനാണ് സാക്ഷാൽ ഭഗവാന്റെ തിരുമുഖങ്ങൾ. 4 ദിക്കിലേക്കും 4 മുഖങ്ങൾ ഇരിക്കുമ്പോൾ ഈ മുഖം ഇരിക്കുന്നത് ഊർധ്വമുഖം, മുകളിലോട്ടിരിക്കണം. ഇതാണ് ഈശാനഭാവം എന്ന് പറയുക. ഈശാനഭാവത്തിൽ സാക്ഷാൽ ശിവൻ തൻ്റെ പൂർണ്ണ പ്രഭാവത്തോടു കൂടിയിരിക്കുന്നു. ശിവൻ തൻ്റെ പൂർണ്ണപ്രഭാവത്തോടെ ഇരിക്കുന്ന ഭാവത്തിനെയാണ് മഹേശ്വരൻ എന്ന് വിളിക്കുക. മഹേശ്വരനായി ഭഗവാൻ ഇരിക്കുമ്പോൾ ഭഗവാനോടൊപ്പം ആരും ഇരിക്കണു? മഹേശ്വരി എന്ന ഭാവത്തിൽ സാക്ഷാൽ ജഗദംബികയും വിരാജിച്ചരുളുന്നു. ഇതെന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നു? ലമ്മെന്നതായിരിക്കുന്ന ബീജമന്ത്രത്തിലോടുകൂടി പഞ്ചേന്ദ്രിയങ്ങളിൽ മൂക്കിനെയും വിഷയവാസനകളിൽ ഗന്ധത്തെയും കർമ്മേന്ദ്രിയങ്ങളിൽ ഗുദത്തിനെയും പഞ്ചഭൂതങ്ങളിൽ ആകാശത്തെയും ഈ നടരാജഭാവത്തിൽ ഇങ്ങനെ ഭഗവാൻ നിറഞ്ഞനുഗ്രഹിച്ചാടി തൻ്റെ ആനന്ദതാണ്ഡവം ആടിക്കണ്ട് ബ്രഹ്മാവിനും വിഷ്ണുവിനും അമ്മയ്ക്കും ദിവ്യദർശനം കൊടുത്ത് അനുഗ്രഹിക്കുന്ന ഒരു പരമപുണ്യമായ സ്ഥലമുണ്ട്. ആ സ്ഥലം എന്ന് പറയുന്നത് ചിത് അംബരം. ചിത് അംബരം, ചിദംബരം. ചിദംബരത്തിൽ നടരാജമൂർത്തിയായി ആനന്ദതാണ്ഡവമാടി ഭഗവാൻ ദിവ്യദർശനത്തെ കൊടുക്കുന്നു. അപ്പം ഈശൻ ഇരിക്കണ സ്ഥലമാണ് ഇത്
ചിത്ത്. ആ ചിത്തിൽ അവിടെ ആരാ ഇരിക്കേണ്ടത്? ഇപ്പോൾ ഇരിക്കുന്നത് ആരാ? മുമ്പേ പറഞ്ഞ പോലെ ഈ പശുവിനെ പിടിച്ചു വലിക്കുന്ന കുറേ പാശങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളത്, അവിടെയുള്ളത്. പാശം എന്ന് മാത്രമല്ല അതിനെ വിളിക്കുക, പശാന്നൂടെ വിളിക്കണം. കാരണം ഒട്ടി 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 ചേർന്നായിരിക്കുക. ചക്ക അരക്ക് ഒട്ടുന്ന മാതിരി അഴിച്ചു വിടും തോറും, കണ്ടിട്ടില്ലേ ചക്ക അരക്ക് അഴിഞ്ഞഴിഞ്ഞ് ചുരുണ്ട് 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 കൂടി വരുന്ന മാതിരി അതേപോലെ ഇരിക്കും. അപ്പോൾ പതിയിലേക്ക് എത്തുക എന്നുള്ളത് പശുവിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്. അതിന് എന്ത് വേണം എന്ന് പറയണ്ടെന്നറിയുമോ? വിശേഷമായി പറയുന്നു, ശിവനോട് അനന്ത പ്രണയമുണ്ടാകണമെങ്കിൽ ഏറ്റവും പ്രധാനമായി വേണ്ടതാണ് സാധന. എന്തുണ്ടാവണം? സാധനയുണ്ടാവണം. സാധനയെ 4 വിഭാഗത്തിലാണ് ആഗമങ്ങളിൽ കാണുക. അതിൽ ആദ്യത്തേതിനെ ചര്യ എന്ന് പറയും, രണ്ടാമത്തതിന് ക്രിയ എന്ന് പറയും, മൂന്നാമത്തതിന് യോഗ, നാലാമത്തതിന് ജ്ഞാനം. 4 ഉപാധിയോട് കൂടിയിട്ടാണ് ഈശനെ അറിയുക. അതിൽ ആദ്യത്തേത് ചര്യ. ഈ 4 വിധാനങ്ങളും കൊടുത്തിരിക്കുന്നത്, നീ എൻ്റെ അടുത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ, നിനക്കെന്നെ കാണണമെങ്കിൽ, നിനക്കെൻ്റെ സൗന്ദര്യം അറിയണമെങ്കിൽ നീ അഹന്തയെ ഇല്ലാതാക്കണം. നിൻ്റെ അഹന്തയെ പോക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. ഏത് മാത്രം? ഈ 4 മാർഗങ്ങളിൽ ഏതും നിനക്ക് സ്വീകരിക്കാം. അതിൽ ആദ്യത്തേതാണ് ചര്യ. എന്താ ചര്യ എന്ന് പറയുമ്പോൾ? ശിവസേവ എന്നർത്ഥം. ശിവക്ഷേത്രങ്ങളിൽ പോവുക, ഭഗവാനെ ദിവ്യദർശനം ചെയ്യുക. അവിടെയും കൊണ്ടും തീർന്നില്ല, അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ശിവ അടിയാറുകളെ സേവിക്കുക, അഥവാ ശിവഭക്തന്മാരെ സേവിക്കുക. വിശപ്പ് അകറ്റുക. ശിവന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. ശിവന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഏത്? വിശപ്പ് അകറ്റി കൊടുക്കുക. ശിവന് ഏറ്റവും ഇഷ്ടമുള്ള അടുത്ത കാര്യമാണ് ഭസ്മം കൊടുക്കുക. ശിവന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് രുദ്രാക്ഷം ദാനം ചെയ്യുക, ശരീരത്തിൽ രുദ്രാക്ഷം ധരിക്കുക. ഇപ്പോൾ രുദ്രാക്ഷം ധരിക്കുന്നതിനൊക്കെ എന്തെല്ലാമോ ആവശ്യമില്ലാത്ത രീതിയിലൊക്കെ ഇഷ്ടംപോലെ കാര്യങ്ങൾ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നടക്കുന്നുണ്ട് എന്തോ. അപ്പോൾ എന്തായാലും ചര്യ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഏതൊരു സാധാരണക്കാരനും അനുഷ്ഠിക്കാൻ പറ്റുന്നത് ഭഗവാന്റെ തിരുനാമത്തെ ജപിക്കുക. ഏതൊരുവനാണോ തൻ്റെ തിരുനെറ്റിയിൽ വിഭൂതിയും അവൻ്റെ കഴുത്തിൽ രുദ്രാക്ഷവും അവൻ്റെ നാവിൽ ശിവനാമവും ഉള്ളത്, അവൻ സാക്ഷാൽ പരമശിവൻ. ഒരു പ്രശ്നങ്ങളുമില്ല. എന്തുമാത്രം മതി? ചിത്തശുദ്ധി മാത്രം മതി. ആരുടെ അടുത്തെത്താൻ? സാക്ഷാൽ ശിവൻ്റെ സന്നിധിയിൽ. അവൻ്റെ സ്വരൂപത്തെ നോക്കിക്കേ, 3 കണ്ണുണ്ട് അല്ലേ? എന്താ 3 കണ്ണ്? 3 കണ്ണെന്ന് പറയുമ്പോൾ ഒരു കണ്ണ് സൂര്യൻ, ഒരു കണ്ണ് ചന്ദ്രൻ, ഒരു കണ്ണ് അഗ്നി അല്ലേ? ഈ 3 കണ്ണ്. ഇടയ്ക്ക് നമ്മുടെ ഇടയിലൊക്കെ തന്നെ നമ്മളെ ആരൊക്കെയോ കുറേ ആൾക്കാർ ചേർന്ന് പറഞ്ഞു വരുത്തി ശിവനെക്കുറിച്ച് ആവശ്യമില്ലാത്തൊരു കാര്യം. എന്താണെന്ന് ചോദിച്ചാൽ, സാക്ഷാൽ പാർവതി സംവത്സരങ്ങളോളം തപസ് ചെയ്താണ് ആരെ പതിയാക്കിയത്? ഭഗവാനെ പതിയാക്കിയത് ഇല്ലേ? പാർവതിയെ വിളിക്കുന്ന പേര് ത്രിപുര സുന്ദരി. 3 പുരങ്ങളിലും വെച്ച് ഏറ്റവും സുന്ദരിയാണ് ആര്? സാക്ഷാൽ പാർവതി. ശേഷമോ അത് കഴിഞ്ഞ് വേറൊരെണ്ണം കൂടെ പറഞ്ഞിറക്കി. എന്താണെന്നറിയോ? ശങ്കരമോഹനം വായിക്കുന്ന സമയത്ത് പറഞ്ഞു, മോഹിനിയെ കണ്ട് ശിവന് ഭ്രമമിളകി, അതിൽ ശാസ്താവ് ജനിച്ചു. മോഹിനിയെ കണ്ടിട്ട് ഭ്രമം വരുന്ന ആളാണോ? ഒരിക്കലുമല്ല. ബ്രഹ്മാവെന്നാൽ മനസ്സും, വിഷ്ണു എന്നാൽ ബുദ്ധിയും, ശിവൻ എന്നാൽ ബോധവുന്ന. ബുദ്ധിയും ബോധവും കൂടെ ചേരുമ്പോഴാണ് അവിടെ ആരുണ്ടാവുന്നത്? ശാസ്താവ് ഉണ്ടാവുക. അപ്പോൾ ആരെ കണ്ടാലും തെല്ലും ഭ്രമിക്കാത്തവൻ, അതായത് പാർവതിയെ തൻ്റെ പത്നിയാക്കുന്നതിന് മുമ്പ് തൻ്റെ 3ാമത്തെ കണ്ണ് തുറന്ന് കാമനെ ചുട്ടരിച്ച് ഭസ്മമാക്കിയതിന് ശേഷമാണ് ആരെ പത്നിയാക്കുന്നത്? പാർവതിയെ പത്നിയാക്കുന്നത്. അപ്പോൾ അവൻ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവന് ഭ്രമം വരുമോ? ഇത്ര പെട്ടെന്ന് പ്രസാദിപ്പിക്കാൻ പറ്റുന്ന മറ്റൊരു മൂർത്തിയുമില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ ആ പരിശുദ്ധി കണ്ടതുകൊണ്ട് ഭക്തജനങ്ങൾ ആ ഭഗവാനെ ചൊല്ലി വിളിച്ച പേരാണ് ഭോലേനാഥ് എന്ന് വിളിച്ചു. ഭക്തി പുരസരം വിളിച്ചാൽ അവനെ തന്നെ കൊടുക്കും. അങ്ങനെ പണ്ട് ഭസ്മാസുരനും വിളിച്ചു അല്ലേ? ഭസ്മാസുരനും വിളിച്ച് ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ എനിക്കിത് വേണം. തൻ്റെ ഭക്തൻ എന്ത് ചോദിച്ചാലും കൊടുക്കാനായി തൻ്റെ പൂർണ്ണ പ്രഭാവത്തോടു കൂടി ആര്? സാക്ഷാൽ ശിവനിരിക്കണം. നമശിവായ മന്ത്രത്തിൻ്റെ ഏറ്റവും പ്രാധാന്യവും അതുതന്നെ, ഭക്തി. രണ്ടാമത്തേതാണ് ക്രിയാഭാഗം. എന്താ ക്രിയ എന്ന് പറയുക? വിദ്യാമണ്ണം ഭഗവാനെ സേവിക്കുക, വിദ്യാമണ്ണം ഭഗവാനെ പൂജിക്കുക.
ഭഗവത് സ്മരണ നിലനിർത്തുക, വിദ്യാമണ്ണ ശൈവദീക്ഷ എടുക്കുക, ശിവസേവകൾ ചെയ്യുക, ശൈവധർമ്മം ലോകം മുഴുവൻ പ്രചരിപ്പിക്കുക. ഇപ്പോൾ ഭാഗവതധർമ്മം എന്ന് പറയുമ്പോൾ പട്ടുതുണിയിട്ട് പൂജിക്കുന്നതല്ലല്ലോ ഭാഗവതധർമ്മം. ഭാഗവതധർമ്മം ജീവിതത്തിൽ സ്വയമേ പ്രവർത്തിക്കുക, അത് അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുക. ധർമ്മം മുഴുവൻ പാലിച്ചവനാണ് ശ്രീരാമനെങ്കിൽ ധർമ്മത്തിനെ സംരക്ഷിച്ചവനാണ് ശ്രീകൃഷ്ണൻ. ആ ധർമ്മത്തിനെ എന്തു ചെയ്തു? അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുത്തു. മത്സ്യമായി അവതരിക്കണ നാരായണൻ ഇല്ലേ? നമ്മൾ അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ വെള്ളവുമുണ്ട് രക്തവുമുണ്ട്. ആദ്യം അതുകൊണ്ട് നാരായണൻ എന്തായി? മത്സ്യമായി വന്നു. ശേഷം പെറ്റ ഭൂമിയിലേക്ക് വീണ് കഴിയുമ്പോൾ നമ്മൾ കമിഴ്ന്ന് കിടന്ന് മുകളിലോട്ട് നോക്കും ഇല്ലേ? അപ്പം നമ്മൾ കൂർമ്മമായി. അതിനുശേഷം നമ്മൾ 4 കാലേ മുട്ടുകുത്തി നിൽക്കും. അപ്പോൾ നമ്മൾ ആരായി? വരാഹമൂർത്തിയായി. കണ്ണിൽ കണ്ടതെല്ലാം എടുത്ത് വായിലിടും. അപ്പോൾ നമ്മൾ ആരായി? നരസിംഹമൂർത്തിയായി. അമ്മയോടും അപ്പനോടുമുള്ള ധർമ്മത്തെ നിറവേറ്റി അവൻ പരശുരാമനായി. ഭാര്യയും കുഞ്ഞുങ്ങളുമായി ധർമ്മരക്ഷ ചെയ്തു. അവൻ്റെ സ്വധർമ്മത്തെ അവൻ അനുഷ്ഠിച്ചപ്പോൾ അവൻ ശ്രീരാമനായി. ദേശത്തിൻ്റെയും കൂടെ താല്പര്യത്തെയും പരിഗണിച്ച് തനിക്ക് മാത്രമല്ല, തൻ്റെ കുടുംബത്തോട് മാത്രമല്ല, തനിക്ക് സമൂഹത്തോടും കടപ്പാടും ബാധ്യതയും ഉണ്ടെന്നറിയിക്കാൻ ബലരാമനായി. താൻ നേടിയെടുത്ത സകല സമ്പത്തും സംസ്കാരവും അടുത്ത തലമുറയിലേക്ക് കൊടുക്കണം, അതിനുവേണ്ടി ശ്രീകൃഷ്ണനായി ഇല്ലേ? ഭഗവത്ഗീത കൊടുത്ത് ശ്രീകൃഷ്ണനായി. അതിനുശേഷം എന്ത് ചെയ്തു? ഇതിനെല്ലാം ജ്ഞാനസ്വരൂപേണ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവനെ ഗഡ്ഗി എന്ന് വിളിച്ചു. ഇതെല്ലാം കൂടെ ചേർന്ന് നാരായണനായതുപോലെ. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ക്രിയ എന്നതുകൊണ്ട് വിദ്യാവണ്ണമുള്ളതായിരിക്കുന്ന ഭഗവത് സേവ. എന്തെയാ ഭഗവത് സേവ എന്ന് പറയുക? ഭഗവത് സേവ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ശിവവാക്യാരുടെ ഒരു വരികളുണ്ട് തമിഴിൽ. നട്ടകല്ല ദൈവമെണ്ടടാ 4 പുഷ്പം ചാർത്തുകിൽ സുറ്റിവന്തു മുനുമുനുത്ത് സൊല്ലും മന്ത്രമേതടാ നട്ടകല്ല് പേശുമോ നാഥനുള്ളിലിരിക്കയിൽ ചുട്ടചട്ടി ചട്ടുവം കറിച്ചുവ അറിയുമോ. ആദ്യം ചോദിക്കുകയാണ്, നട്ടകല്ല് ദൈവമെன்று 4 പുഷ്പം ചാർത്തുകിൽ. എടാ, നീ കൊണ്ടുവന്ന് വെച്ചിരിക്കണ ഒരു കല്ലുമ്മേൽ നീ പൂവുമിട്ട് മാലയും ഇട്ട് അതിൻ്റെ ചുറ്റും ഇങ്ങനെ നടന്ന് നീ എന്ത് മന്ത്രമാടാ ജപിക്കണത്? അടുത്ത വരിയാണ് ഏറ്റവും പ്രധാനമായിട്ട് അതിൽ വന്നത്. ഏതാ? നട്ടകല്ല് പേശുമോ നാഥനുള്ളിലിരിക്കയിൽ. ഈശൻ എവിടെ ഇരിക്കുന്നുണ്ട്? ഈശൻ ഉള്ളിലിരിപ്പുണ്ട്. ഉള്ളിലിരിക്കണ ഈശനോട് സംസാരിക്കാത്തവൻ എങ്ങനെ ശിലയിൽ കണ്ട് സംസാരിക്കും? ഉള്ളിലിരിക്കുന്നവനെ കണ്ടു കഴിഞ്ഞാൽ അവിടെ എല്ലാമായി. കാരണം നീ എന്നെ ഒരിക്കലും ഒരു ശിലയിൽ മാത്രമല്ല, നീ എന്നെ കാണേണ്ടത് ആദ്യം നിന്നിലൂടെ കാണുക ഇല്ലേ? അകത്തേക്ക് നോക്കെന്ന് പറയുമ്പോൾ പക്ഷേ ഉള്ള സാധനങ്ങളെല്ലാം ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കണ പുറത്തോട്ട് പോവാ ഇല്ലേ? അകത്തോട്ട് നോക്കാൻ ഒരു നിവൃത്തിയില്ല, എല്ലാം തുറന്ന് പുറത്തോട്ട് വെച്ചിട്ടുണ്ട്. ഒരെണ്ണം അകത്തോട്ട് നോക്കാൻ ഒരു ഡിവൈസും ഇതുവരെ വെച്ചും തന്നിട്ടില്ല. അപ്പോൾ ഒറ്റ വഴിയേ ഉള്ളൂ. നമശിവായത്തെ ജപിച്ച് കഴിയുമ്പോൾ ഓരോ സാധനങ്ങളും ഓരോ ശരീരഭാഗങ്ങളും നിയന്ത്രിക്കപ്പെടും. അതാണ് നമശിവായ എന്ന മന്ത്രത്തിൻ്റെ പ്രാധാന്യത്തെ പറയുന്നത്. നട്ടകല്ല് പേശുമാ നാഥനുള്ളിലിരിക്കയിൽ ചുട്ട ചട്ടി ചട്ടുവം കറിച്ചുവ അറിയുമോ. കറിയുടെ രുചി എന്താണെന്ന് ചട്ടിക്കും ചട്ടുകത്തിനും അറിയുമോ? ഇല്ല. ഉള്ളിലിരുന്ന് അനുഭവിക്കുന്നവനെ ആ ഈശൻ്റെ സാന്നിധ്യത്തെ അറിയാൻ പറ്റൂ. അപ്പോൾ ഈശൻ എന്ന് പറയുന്നത് സ്വയമേ അനുഭവിച്ച് അറിയേണ്ടതായിരിക്കുന്ന ഒരു അനുഭൂതി. ഈശൻ അപ്പോൾ എങ്ങനെ ഒത്തിരി ഉണ്ടാ? ഈശൻ ഒത്തിരി ഉണ്ടാ? ഈശൻ ഒത്തിരി ഇല്ല. ഈശൻ ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് തിരുമൂലർ വർഷങ്ങൾക്ക് മുമ്പ് തിരുമൂലർ പറഞ്ഞു, ഒன்றേ കുലം ഒരുവനേ ദേവൻ. ഈ ലോകത്താകെ ഒരു കുലം ഒരു കുലമേ ഉള്ളൂ. എന്ത്? മനുഷ്യകുലം. ഈ മനുഷ്യകുലത്തിനെല്ലാം എന്തേ ഉള്ളൂ? ഒരേ ഒരു ദേവനേ ഉള്ളൂ. സുന്ദരമായിട്ട് മാണിക്കവാചക സ്വാമികൾ ഉൾപ്പെടെ അതാ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞു കൊടുത്തത്. മാണിക്കവാചകരൊക്കെ തന്നെ അതിസുന്ദരമായ കീർത്തനങ്ങളൊക്കെ ഇങ്ങനെ എഴുതി. പരമേശ്വരൻ തന്നെ നേരിട്ട് എഴുന്നള്ളി വന്ന് ചോദിച്ചു, നീ പാടുന്നതൊക്കെ എഴുതി വെച്ചുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഈശനെ ഇതാരാ എഴുതുക? ഞാൻ എഴുതിക്കോളാമെന്ന് പറഞ്ഞു. ആര്? ഭഗവാൻ പറഞ്ഞു. ആദ്യത്തെ ശബ്ദത്തെ ആദ്യം തന്നെ എഴുതി കൊടുത്തു. നമഃശിവായ വാഴ്ക, നാഥൻ താഴ് വാഴ്ക, ഇമൈപ്പതും എന്നെഞ്ചിൽ നീങ്കാത്താൽ വാഴ്ക. അതിസുന്ദരമായ ആദ്യത്തെ ശബ്ദം തന്നെ കൊടുത്തു, നമഃശിവായ വാഴ്ക.
വിശ്വസുന്ദരമായിരിക്കുന്ന മന്ത്രം നമഃശിവായ, അത് സദാകാലവും വാഴട്ടെ, വിജയിക്കട്ടെ. നമഃശിവായ വാഴുക. സാക്ഷാൽ ഭഗവാൻ ഭക്തന് കൊടുത്തത് ഭഗവത്ഗീതയെങ്കിൽ ഭക്തൻ ഭഗവാന് കൊടുത്തതാണ് തിരുവാസകം. ആ തിരുവാസകത്തിലെ ആദ്യത്തെ വരിയാണേത്? നമഃശിവായ വാഴുക. നമഃശിവായ വാഴുക, നാഥൻ താൾ വാഴുക. ഈശനെക്കുറിച്ചൊരു ചിന്ത എങ്ങനെ ഉണ്ടാവുക എന്നറിയാവോ? അവൻ്റെ കൃപ നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആരെക്കുറിച്ച് ചിന്തിക്കൂ? ശിവൻ അവൻ ചിന്ത എന്നുള്ളിൽ, அதனால் താൻ അവനാലേ അവൻ അരുളാലേ അവൻ താൾ വണങ്ങി. അതായത് അവൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റൂ? അവനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റൂ. അവൻ അരുളാലേ അവൻ താൾ വണങ്ങി. അവൻ്റെ അനുഗ്രഹത്തോടുകൂടി, അവൻ്റെ നിറവോടുകൂടി അവൻ അനുഗ്രഹിച്ചെങ്കിൽ മാത്രമേ ആരെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റൂ? സാക്ഷാൽ ഭഗവാനെ ചിന്തിക്കാൻ പറ്റൂ. മാണികവാചക സ്വാമികൾ എഴുതിയതാ. അപ്പോൾ ആ ഒരു ഈശൻ്റെ അനുഗ്രഹം ഉണ്ടാവുക. ഈശൻ്റെ അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ തിരുമൂലർ പറഞ്ഞ സത്യത്തെ അങ്ങോട്ട് ഉൾക്കൊള്ളുക. ഏത്? ഒன்றേ കുലം ഒരുവനേ ദേവൻ. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് വീണ്ടും സുന്ദരമായിട്ട് അങ്ങോട്ട് പറയാൻ തുടങ്ങി. എന്താ പറഞ്ഞതെന്നറിയോ? തെന്നാട്ടുடைய ശിവനെ പോற்றி, എന്നാട്ടവർക്കും ഇറൈവാ പോற்றி, എന്തയടി പോற்றி, ദേശനടി പോற்றி, ശിവൻ സേവടി പോற்றி, തില്ലൈ അരുൾ കൂത്തനെ തൻ പാണ്ടി നാട്ടാനേ പോற்றி പോற்றி. തമിഴിലെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് തെന്നാട്ടുடைய ശിവനെ പോற்றி. തെന്നാട്ടുடைய ശിവനെ പോற்றி എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാചലത്തിന് തെക്ക് ദേശത്തുള്ള ഈശ, അവൻ നിന്നെ ഞങ്ങൾ വിളിക്കണ പേരാണ് ഏത്? ശിവൻ. ഈശ്വരനൊരു പേരുണ്ടെങ്കിൽ എന്ത് പേര് കൊടുത്തു ഞങ്ങളതിനെ? ശിവൻ. ആ നിന്നെ ഹിമാചലത്തിന് പുറത്തുള്ള പല ദേശക്കാരും നിന്നെ പല പേരിൽ ദൈവമേ എന്ന് വിളിക്കാൻ തുടങ്ങി. ഈശൻ സ്നേഹമാണ് എന്ന് ലോകത്തിന് ആദ്യം പഠിപ്പിച്ചു കൊടുത്തത് ദ്രാവിഡരാ. ദ്രാവിഡ ദേശത്തിലുണ്ടായത് അൻപേ ശിവം എന്ന് സുന്ദരമായി പഠിപ്പിച്ചു കൊടുത്തു. സായിപ്പ് പഠിപ്പിച്ചു കൊടുത്ത് ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹമാകുന്നു എന്ന് പറഞ്ഞപ്പോൾ ദൈവം സ്നേഹമാണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞത് ഭാരതീയൻ മാത്ര. അൻപേ ശിവം, സ്നേഹമാണ് ഈശ്വരൻ. ആ ഒരു അപാരമായിരിക്കുന്ന, ആ ഒരു സുന്ദരമായിരിക്കുന്ന സങ്കല്പത്തിനെ നമ്മൾ ഹൃദയത്തിൽ വയ്ക്കാതെ ബാക്കിയുള്ളതിലൊക്കെ പോകുമ്പോഴാണ് നമ്മൾ പശുവിൻ്റെ അവസ്ഥയെത്തുക. സുന്ദരമായ മറ്റൊരു സങ്കല്പം കൂടെയുണ്ട്. പെറ്റ തായ് തന്നെ മകമറന്നാലും, പെറ്റ അമ്മ മകനെ മറന്നാലും. ഇല്ലേ, നമ്മൾ പറയാറുണ്ട്, നമുക്കറിയാം അമ്മയാണ് ഇല്ലേ കരുണക്കടൽ എന്ന് പറയും. അപ്പം ജീവിക്കണത് ഏത് യുഗത്തിലാണ്? കലിയുഗത്തിലാണ്. പത്രമാധ്യമങ്ങളെടുത്താൽ നമുക്കറിയാം ഓരോ ദിവസവും വരുന്ന വാർത്തകളുടെ ആധിക്യം. ഇല്ലേ, സ്വന്തം മക്കളെ കൊല്ലുന്ന അമ്മമാർ, അമ്മമാരെ കൊല്ലുന്ന മക്കൾ, ഭർത്താവിനെ കൊല്ലുന്ന ഭാര്യ, ഭാര്യയെ കൊല്ലുന്ന ഭർത്താവ്, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തമ്മിൽ പ്രശ്നങ്ങളായി. ഇല്ലേ, അമ്മ തള്ളിപ്പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിലെ പ്രതീക്ഷകൾ അവിടെ അവസ്തമിക്കുക. ഇല്ലേ, സുപ്രീം കോടതി നമുക്ക് തൂക്കുദണ്ഡന വിധിച്ചാലും കുഴപ്പമില്ല, നമ്മുടെ അമ്മ നമ്മളെ തള്ളിപ്പറയരുതെന്ന് എല്ലാവരും ആഗ്രഹിക്കും. എന്നാൽ അമ്മയേക്കാൾ കരുണയുള്ള ഒരാൾ നമ്മളോടൊപ്പമുണ്ട്. അതാരാ? ഈശൻ. സുന്ദരമായി പറയുന്നുണ്ട്, തായിൽ സിറந்த ദയാവാനതത്വനെ. അമ്മയേക്കാൾ, പെറ്റ അമ്മയേക്കാൾ എന്നോട് അപാരമായിരിക്കുന്ന കരുണയെ തന്നവനെ. എൻ്റെ അമ്മയെ തന്നത് ഞാൻ അറിഞ്ഞുകൊണ്ടെടുത്തതൊന്നുമല്ല. ഇല്ലേ, ഞാൻ അച്ഛൻ്റെ ശരീരത്തിൽ നിന്ന് അമ്മയുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന ഏത് സമയത്ത് വേണമെങ്കിലും ഞാൻ മരണപ്പെട്ടു പോകാമായിരുന്നു. അമ്മയുടെ വയറ്റിൽ കിടന്ന് ഉടലെടുത്തപ്പോഴും ഞാൻ ഇല്ലാണ്ട് പോകാമായിരുന്നു. അമ്മയുടെ വയറ്റിൽ കിടന്ന് പൂർണ്ണ ആരോഗ്യത്തോടെ ഇരുന്നപ്പോഴും പോകാമായിരുന്നു. പുറത്തു വന്നപ്പോഴും പോകാമായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഇന്നെൻ്റെ ശരീരം ഇത്രയും വലിയ അവസ്ഥയിലേക്ക് എത്തിയപ്പോഴും പോകാമായിരുന്നു. പക്ഷെ അതൊന്നും പോകാതെ എന്ത് ചെയ്തു? എന്നെ കാത്ത എൻ്റെ കാരുണ്യക്കടലേ, എന്തെല്ലാം അപരാധങ്ങൾ ഞാൻ ചെയ്തു കൂട്ടിയിട്ടുണ്ട് എൻ്റെ ശിവനെ. ഇല്ലേ, നമുക്കും ഈശനും മാത്രം അറിയുന്നതായിരിക്കുന്ന എന്തോരം വലിയ അപരാധങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്, നമുക്ക് മാത്രം അറിയാവുന്നതായിട്ട്. ഇല്ലേ, അതൊക്കെ ആര് പുറത്തു തന്നു? പരുന്തിട്ടയിൽ വാഴുന്ന സാക്ഷാൽ ശിവൻ നമ്മളോട് പുറത്തു തന്നപ്പോൾ നമ്മളിൽ എത്ര പേര് നമ്മുടെ സ്വന്തം കൂടപ്പിറപ്പങ്ങളോട് പുറത്തു എന്നുള്ളതാണ് അടുത്ത ചോദ്യം അവിടെ. അതിൽ പറഞ്ഞു, നിന്നെ നിൻ്റെ അമ്മ തള്ളിപ്പറഞ്ഞാൽ പോലും, നിൻ്റെ പെറ്റമ്മ പോലും നിന്നെ തള്ളിക്കളഞ്ഞാലും നിന്നെ ആര് തള്ളിക്കളയില്ല? ഞാൻ തള്ളിക്കളയില്ല. കാരണം എന്തെന്നറിയോ? ഞാൻ നിന്നെ അത്രയധികം പ്രേമിക്കുന്നു.
തായിൽ സിറന്ത ദയാവാനതത്വനെ. അതിനപ്പുറത്തേക്ക് ഇനിയും ഒരു സങ്കല്പമേ ലോകത്തിന് കൊടുക്കാനില്ല. ഈ പാശങ്ങൾ അമ്മ, അച്ഛൻ, കൂടപ്പറപ്പുങ്ങൾ, ഭാര്യ, മക്കള് ഇതെല്ലാം എന്തായി? കെട്ടുകളായി. ഇല്ലേ? കെട്ടുകളറ്റേ പുരുഷന് മുക്തി വരൂന്ന. ഈ കെട്ടുപാടുകളെല്ലാം തന്നെ മാറി എന്തു ചെയ്യണം? സർവതന്ത്ര സ്വതന്ത്രനാവണം. സുന്ദരമായി പറയുന്ന പെറ്റതായി തന്നെ മകമറന്നാലും, അതായത് പെറ്റ അമ്മ മറന്നാലും, പിള്ളയെ പെറും തായ് മറന്നാലും, പെറ്റ അമ്മയെ മറന്ന മക്കളായാലും മക്കള് മറന്ന അമ്മയായാലും ശരി, ഉറ്റ ദേഹത്തെ ഉയിർ മറന്നാലും, ഇഴുകിച്ചേർന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുർഗന്ധം വമിക്കുന്ന ഈ സാധനം ഏറ്റവും സുന്ദരമാണ് എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കണല്ലേ ശരീരം. അതായത് ഉറ്റ ദേഹത്തെ ഉയിർ മറന്നാലും, ഉയിരേ മീറിയ ഉടൽ മറന്നാലും, ആത്മാവ് ശരീരത്തെ മറന്നാലും, ശരീരം ആത്മാവിനെ മറന്നാലും, കറ്റതലൈ നെഞ്ചം മറന്നാലും, എന്താ? നമ്മൾ പഠിച്ചെടുത്ത നമ്മുടെ സകല അറിവ്, നമ്മൾ നേടിയെടുത്ത സകല സമ്പത്തുക്കൾ, ഇതെല്ലാം തന്നെ നമ്മുടെ അടുത്ത് നിന്ന് പോയാലും നற்றவர் ഉള്ളിരുന്തോകും നമച്ചിവായത്തെ നാൻ മറവേനേ. അതായത് സാക്ഷാൽ സിദ്ധന്മാരുടെ സദാസമയം അവരുടെ ഹൃദയപത്മങ്ങളിൽ വാഴുന്നതായിരിക്കുന്ന പരമപവിത്രമായിരിക്കുന്ന ആ മഹാമന്ത്രമേത്? ആ നമശിവായ എന്നതായ ആ മഹാമന്ത്രത്തെ ആര് മറക്കില്ല? ഞാൻ മറക്കില്ല. കാരണം എന്താ? സിദ്ധന്മാര് അവർ ഈശന്മാരായതും അവർ യോഗീശ്വരന്മാരായതും അവർ ഗുരുക്കന്മാരായതും ഒക്കെ എന്തുകൊണ്ടാണ്? നമശിവായ ജപിച്ചത് കൊണ്ടാണ്. രമണ മഹർഷി ഇന്ന് രമണ മഹർഷിയായി ലോകത്തിന് കിട്ടിയതിൻ്റെ കാരണമാരാ? തിരുവണ്ണാമലയിൽ വാഴുന്ന സാക്ഷാൽ പരമ്പൊരുൾ, സാക്ഷാൽ പരമശിവ പരമ്പൊരുൾ മാത്ര. രമണ മഹർഷിയും ലോകത്തോട് പറഞ്ഞു, നിങ്ങളും ജപിക്ക് ശിവശിവ ശിവശിവ ശിവശിവ. ഭഗവാൻ ശ്രീരാമചന്ദ്രപ്രഭുവും രാമേശ്വരത്ത് ചെന്നിട്ട് ഭഗവാനും എന്ത് ചെയ്തു? തൻ്റെ തൃക്കൈ കൊണ്ട് പ്രതിഷ്ഠിച്ചു വെച്ചു. അവിടെയും ഒരു ശിവൻ. ഇല്ലേ? സാക്ഷാൽ രാമൻ പ്രതിഷ്ഠിച്ച സ്ഥലമായി അത് രാമേശ്വരം. ബ്രഹ്മാവ് പൂജിച്ച സ്ഥലം ബ്രഹ്മപുരീശ്വരം. മുരുകൻ പൂജിച്ച സ്ഥലം തിരുമുരുകൻ പൂണ്ടി. ഗണപതി പൂജിച്ച സ്ഥലം, ആനയും പാമ്പും ജലന്തിയും പൂജിച്ച സ്ഥലം തിരുകാളഹസ്തി. ഇഷ്ടംപോലെ സങ്കല്പങ്ങളുണ്ട് അങ്ങനെ. അപ്പോൾ ആരാലും പൂജിക്കപ്പെടുന്നവൻ, എത്ര പേരാലും പൂജിക്കപ്പെട്ടാലും എത്രയൊക്കെ പൂജിച്ചാലും മതി വരാത്തവൻ ഒരുവനേ ഉള്ളൂ. അവനെ വിളിച്ച പേര് ഈശൻ, സാക്ഷാൽ ശിവൻ. ശേഷം പറയുന്നുണ്ട്, നற்றவர் ഉള്ളുരുന്തോകും. സിദ്ധന്മാരുടെ യോഗീശ്വരന്മാരുടെ ഒക്കെ ഹൃദയത്തിൽ ആരുടെ മന്ത്രമേ ഉള്ളൂ എപ്പോഴും? ശിവന്റെ മന്ത്രം. ഒരിക്കൽ അമ്മ മഹാലക്ഷ്മി വൈകുണ്ഠത്തിൽ പെരുമാളിനോട് ചെന്ന് ചോദിച്ചു, പെരുമാളെ, ഭഗവാനെ, നീ ഇങ്ങനെ യോഗനിദ്രയിൽ പള്ളി കൊണ്ട് കിടക്കുമ്പോൾ നീ എന്നെയാണോ ഭഗവാനെ ഓർത്തുകൊണ്ടിരിക്കണത്? ആര് ചോദിച്ചു? അമ്മ ചെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരി വിചാരിച്ചു, എൻ്റെ പേര് എന്ന് അറിയാമല്ല, ഭാര്യമാരെ ചോദിക്കുന്ന ലാളിത്യത്തിലും ലൗല്യതയിലും ഒക്കെ പോയി ചോദിച്ചു, എൻ്റെ പേരിപ്പോൾ പറയും എന്നൊക്കെ കരുതി. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, പെരുമാൾ പറഞ്ഞു, അല്ല ദേവി, ഞാൻ ഓർത്തുകൊണ്ടിരിക്കണത് നീലകണ്ഠനെയാ. വലിയൊരു ചെറിയൊരു സങ്കടമായിപ്പോയി. ഞാൻ ഇത്രയും കാലം കൂടെ ഇരുന്ന് നിൻ്റെ പാദവും സേവിച്ചിട്ട് അപ്പനെ നീ എന്നെ ഓർക്കണില്ലേ? അപ്പം പറഞ്ഞു, നീ സദാസമയം എൻ്റെ മാറിടത്തിൽ വാണോളൂ, ഞാൻ എവിടെ ഇരുന്നോ, എൻ്റെ ചിത്തത്തിൻ്റെ ഉള്ളിൽ ആരിരുന്നോളും? സാക്ഷാൽ ഭഗവാൻ ഇരുന്നോളും. നീ വിഷമിക്കേണ്ട, കൈലാസത്തിൽ ചെന്ന് നീ പാർവതിയോട് ചോദിക്ക്. പാർവതിയും ചോദിക്കും ഭഗവാനോട്, ഭഗവാനെ, നീ എന്നെയാണോ മനസ്സിൽ ചിന്തിക്കണത്? അപ്പോൾ അമ്മ എന്ത് പറയും? അമ്മയുടെ അപ്പൻ എന്ത് പറയും? ഇല്ല ദേവി, ഞാൻ ആരെയാ ചിന്തിക്കുക? നാരായണനെ സദാസമയവും ചിന്തിച്ചു കൊണ്ട് കിടക്കുക. ഒരു നാണയത്തിൻ്റെ ഇരുവശമാണ് ഇത്, ശിവനും വിഷ്ണുവും. ശിവനില്ലെങ്കിൽ വിഷ്ണുവുമില്ല, വിഷ്ണുവില്ലെങ്കിൽ ശിവനുമില്ല. ശിവനുണ്ടെങ്കിൽ ആരുമുണ്ട്? വിഷ്ണുവുണ്ട്. വിഷ്ണു ഉണ്ടെങ്കിൽ ശിവനുമുണ്ട്. ആത്യന്തികമായി ഇതെല്ലാം ഒന്നാണെങ്കിലും വ്യാവഹാരികത്തിൽ ജീവിക്കുന്ന നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഇതൊക്കെ ആവശ്യമില്ലേ? ഗുരുവായൂരപ്പനെ, ഏറ്റുമാനൂരപ്പനെ, ചോറ്റാനിക്കര അമ്മയെ ഒറ്റ പൂജാമുറിയുടെ ഉള്ളിൽ വെച്ച് പൂജിക്കുന്നവരാണ് നമ്മൾ, ഇല്ലേ? നമ്മുടെ സനാതനത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യമാണത്. നമ്മുടെ ഓരോരുത്തരുടെയും പൂജാമുറി തുറന്നാൽ നമുക്കറിയാം, ഗുരുവായൂരപ്പനുണ്ട്, വൈക്കത്തപ്പനുണ്ട്, ശബരിമല അയ്യപ്പനുണ്ട്, പഴനിയാണ്ടവനുണ്ട്, ചോറ്റാനിക്കര അമ്മയുണ്ട്, കൊടുങ്ങല്ലൂരമ്മയുണ്ട്, എല്ലാ ദൈവങ്ങളും ഉണ്ടല്ലേ? അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, എല്ലാ വണ്ടിക്കും കൈ കാണിക്കുക, ഏതെങ്കിലും ഒരു വണ്ടി നിശ്ചയമായിട്ട് നിർത്തും, ഇല്ലേ? അത് തന്നെ ഏറ്റവും വലിയൊരു കാരണം. ഇതിനെയെല്ലാം ഒറ്റ സങ്കല്പത്തിൽ കാണാൻ പറ്റുന്ന സനാതനിയുടെ മനസ്സ് എത്ര വലുതാണെന്ന് ആലോചിച്ച് നോക്കുക. അതിൻ്റെ കൂട്ടത്തിൽ 2 കൂടിയാലും കുഴപ്പമില്ല, 2
കുറഞ്ഞാലും കുഴപ്പമില്ല, ഇല്ലേ? കാരണം അത്രയ്ക്ക് വിശാലമാണ് ഏത് നമ്മുടെ ഓരോ സങ്കല്പം. ഏകം സദ്വിപ്രാ ബഹുധാവതന്തി എന്ന് പറയുമ്പോൾ സുന്ദരമായിരിക്കുന്ന ആ ശിവസങ്കല്പത്തിലൂടെ ഏറ്റവും പ്രാധാന്യമായിരിക്കുന്ന അടുത്ത ഒരു സങ്കല്പം കൂടെ നമ്മൾ കടന്നു പോകണു. വിശേഷമായ രീതിയിൽ ഭഗവാന്റെ അടുത്തുള്ള ഭക്തിയെക്കുറിച്ച്, വിശേഷമായി 4 തരം ഭക്തിയെക്കുറിച്ചാണ് പറയപ്പെടുന്നത്. 4 തരം ഭക്തി. നവതാഭക്തി ഉണ്ട്. നവതാഭക്തിയും അതേപോലെ തന്നെ ഷോഡശവിധാനത്തിലുള്ള ഭക്തി സംവിധാനം ഉണ്ടെങ്കിൽ പോലും പ്രധാനമായിട്ട് ആനുകാലികത്തിൽ നമുക്ക് ഏവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന 4 വിധത്തിലുള്ള ഭക്തിയെക്കുറിച്ചാണ് പറഞ്ഞു തരുന്നത് ആഗമത്തിൽ. വിശേഷമായി ആദ്യത്തേത് ദാസ്യഭാവം എന്ന് പറയും. ദാസ്യഭാവം. ആഞ്ജനേയൻ എങ്ങനെ രാമചന്ദ്രപ്രഭുവിനെ സേവിച്ചുവോ അതേപോലെ ഭഗവാനെ സേവിച്ചതാണ് തിരുനാവുക്കരസർ എന്ന് പറയുക, അപ്പർ സ്വാമികൾ എന്ന് പറയും. സാക്ഷാൽ ഭഗവാനെ 3 കൊല്ലമേ 3 വർഷമേ നമശിവായ 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 ജപിച്ചിട്ടുള്ളൂ. കൈലാസത്തിലെത്തി. എങ്ങനെയാണെന്നറിയ, ഇത് ദാസ്യഭാവം എന്ന് പറയുമ്പോൾ ഈശനെ തൻ്റെ പ്രഭുവായി കാണുക. ഞാൻ ആരാകുന്നു? ഭഗവാന്റെ ദാസനാകുന്നു. ഭഗവാന്റെ ദാസൻ. ദാസനായി കഴിയുമ്പോൾ ഉണ്ടല്ലോ ഭഗവാന്റെ മാറിനോട് ചേർന്നിരിക്കാൻ പറ്റും. വലിയൊരു അനുഗ്രഹം അത്, അല്ലേ? ശ്രീരാമസ്വാമി അനുജൻ ലക്ഷ്മണനെ കെട്ടിപ്പിടിക്കുന്നതിൽ കൂടുതൽ ഏറ്റവും നന്നായി കെട്ടിപ്പിടിച്ചത് ആരെയാ? ആഞ്ജനേയനെ കെട്ടിപ്പിടിച്ചു, അല്ലേ? ബാക്കിയുള്ളവരൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട്, ഭഗവാനെ ഞങ്ങളെയും കൂടെ കെട്ടിപ്പിടിക്കുക. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ സങ്കടപ്പെടണ്ട, നിങ്ങളെ ഞാൻ ദ്വാപരയുഗത്തിൽ കെട്ടിപ്പിടിച്ചോളാം, നിങ്ങളൊക്കെ ഗോപികമാരായിക്കോളാം പറഞ്ഞു, അല്ലേ? ദ്വാപരയുഗത്തിൽ വന്നപ്പോഴോ ഭഗവാൻ അതിസുന്ദരമായി കെട്ടിപ്പിടിച്ചത് ആരെയാ? സുദാമാവിനെ കെട്ടിപ്പിടിച്ചത്, ഇല്ലേ? കൃഷ്ണൻ്റെ സൗന്ദര്യത്തിലേക്ക് നോക്കുമ്പോൾ കൃഷ്ണൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒത്തിരി ആളുകളുണ്ടില്ലേ? അമ്മ, അച്ഛൻ, ബന്ധുക്കൾ, അതേപോലെ തന്നെ പാണ്ഡവരെല്ലാവരും ഭഗവാനോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ ഭഗവാൻ കൃഷ്ണൻ എവിടെയാണ് വ്യത്യസ്തനാവണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുടെ ജീവിതത്തിൽ ഒരിക്കലും സെൻറ്റിമെൻറ്റ്സ് ഇല്ല. ദർ ഈസ് നോ സ്പേസ് ഫോർ സെൻറ്റിമെൻറ്റ്സ്, ഓൺലി കമ്മിറ്റ്മെൻറ്റ്സ്. ചെയ്യേണ്ട ജോലികൾ ചെയ്തു, തീർത്തു, പോയി. ആരോടും ഒട്ടിച്ചേർന്നില്ല. അങ്ങനെ ഇരിക്കുന്ന കൃഷ്ണൻ തന്നെയല്ലേ ശിവൻ. തീവ്രവൈരാഗിയായ ശിവൻ തൻ്റെ ധർമ്മപത്നി പോയതിന് ശേഷവും ഒരിക്കലും ഭഗവാൻ ഒന്നിൽ നിന്നും മാറി നിന്നില്ല. ഈശൻ ഈശനായി തന്നെ ഇരുന്നു. ഇതൊക്കെ വരും. നമ്മൾ അനുഭവിക്കുന്നതൊക്കെ എന്താണ്? നമ്മുടെ കർമ്മഫലം മാത്രം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, ഇല്ലേ? ചിലർ പറയാറുണ്ട് അയൽവക്കക്കാർ കാരണമാണ്, ഇല്ലേ? അയൽവക്കക്കാരൻ ശത്രു സംഹാരം ചെയ്തതുകൊണ്ടാണ് ഞാൻ നശിച്ചത്. പാകിസ്ഥാൻ ബോർഡറിൽ പോയി ശത്രു സംഹാര പുഷ്പാഞ്ജലി ചെയ്താൽ പോരെ? പാകിസ്ഥാൻകാരെല്ലാം പോത്തില്ലേ? വേറെ പറയാറുണ്ട്, എൻ്റെ അപ്പുറത്ത് എൻ്റെ കുഴപ്പമല്ല, അപ്പുറത്തെ വീട്ടിൽ ആയില്യം വന്നതുകൊണ്ടാണ് ഞാൻ ശരിയാവാഞ്ഞത്. ആയില്യംകാരനെ ഒതുക്കാൻ വേണ്ടിയിട്ട് പെരയ്ക്ക് ചുറ്റും എന്താ മുള നട്ടു വെക്കുക, ഓരോന്നൊക്കെ ഓരോ നാട്ടിൽ, ഇല്ലേ? ഇവിടെയാണ് പറഞ്ഞു വരുന്നത് ദാസ്യഭാവം എന്ന് പറഞ്ഞത്. സാക്ഷാൽ ഈശൻ്റെ അടുത്ത്, ഈശൻ്റെ സന്നിധിയിൽ നിഷ്കാമമായി നിർമ്മലമായിരിക്കുന്ന ദാസഭക്തി. എങ്ങനെ ആഞ്ജനേയന് രാമചന്ദ്രനോടുള്ളതുപോലെ തന്നെ ഭഗവാന്റെ അടുത്ത് തിരുനാവുക്കരസർക്ക് ഭഗവാനോടുള്ളതുപോലെ നമുക്ക് ഈശൻ്റെ അടുത്ത് എന്തുണ്ടാവണം? ദാസ്യഭക്തി ഉണ്ടാവണം. ആഹാരം കഴിക്കുമ്പോൾ നമുക്ക് വേണ്ടി കഴിക്കുന്നു എന്നാവരുത്. ആർക്ക് വേണ്ടി കഴിക്കണം? ഈശന് വേണ്ടി കഴിക്കണം. വസ്ത്രമണിയുമ്പോൾ ആർക്ക് വേണ്ടി വസ്ത്രമണിയണം? ഈശന് വേണ്ടി വസ്ത്രമണിയണം, ഇല്ലേ? എല്ലാം ഈശന് വേണ്ടിയായി കഴിയുമ്പോൾ അവിടെ എന്തായി? ദാസ്യമായി. യാതൊരു സംശയവും ആ കാര്യത്തിൽ. അടുത്തത് വാത്സല്യഭാവം. എന്താ വാത്സല്യഭാവം? നമുക്ക് നമ്മുടെ അമ്മയും അപ്പനും നമ്മളോട് എങ്ങനെയാ? മക്കളായിരിക്കുന്ന നമ്മളോട് എപ്പോഴും എന്തേ ഉള്ളൂ? വാത്സല്യമേ ഉള്ളൂ. ജ്ഞാന സംബന്ധ പെരുമാനോട് ഭഗവാൻ ഉണ്ടായിരുന്നതും എന്തു തന്നെയായിരുന്നു? വാത്സല്യമായിരുന്നു. പൊടിക്കുഞ്ഞ് സ്വന്തം അച്ഛനെ പോലെ തിരുஞான സംബന്ധൻ ആരെ കണ്ടു? ശ്രീ പരമേശ്വരനെ കണ്ടു, ഭഗവാനെ കണ്ടു. അതുകൊണ്ട് വാത്സല്യഭാവത്തിലുള്ള ഭക്തി. ആ വാത്സല്യഭാവത്തിലുള്ള ഭക്തിയാകുമ്പോൾ അതിന് വലിയൊരു സൗന്ദര്യമുണ്ട്. എന്താണെന്നറിയാവോ? നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റുകളും ആരാ പുറത്തു തരിക? ആരാ പുറത്തു തരിക? പലരുടെയും വിചാരം എന്താണെന്നറിയോ? ശിവനെന്ന് പറഞ്ഞാൽ ഇരിക്കുന്നത് തന്നെ മൂന്നാമത്തെ കണ്ണ് തുറന്ന് ഭസ്മമാക്കാൻ വേണ്ടിയിട്ടാണെന്ന്. അവനോളം വാത്സല്യം ആർക്കുമില്ല. അതുകൊണ്ടാണ് ലോകത്തിൽ അവനെ അപ്പ എന്നും പാർവതിയെ അമ്മയെന്നും വിളിച്ച മാതാച പാർവതീ ദേവി പിതാദേവോ മഹേശ്വര ബാന്ധവാ ശിവഭക്താച സ്വദേശോ ഭുവനത്രയം. വാത്സല്യം. അമ്മയോട് അച്ഛനോട് നമുക്ക് എങ്ങനെയാണോ സ്നേഹമുള്ളത് അതേപോലെ ആരോടുണ്ടാവണം? ഈശനോട് സ്നേഹമുണ്ടാവണം.
അടുത്തതാണ് സഖ്യഭാവം എന്ന് പറയുക. സഖ്യഭാവം എന്ന് പറയുമ്പോൾ ഏതായിരിക്കും വരിക? നമുക്ക് സുപരിചിതമായിട്ടുള്ളത് അർജുനനും ശ്രീകൃഷ്ണ ഭഗവാനും പോലെ. ഈശനോട് തോന്നേണ്ടതും സഖ്യം. എങ്ങനെയാണെന്നറിയാം? ഈശനെ കൂട്ടുകാരനായി കണ്ടവനായിരുന്നു സുന്ദരമൂർത്തി സ്വാമികൾ. ഭഗവാനെ കൂട്ടുകാരനായി. അദ്ദേഹത്തിൻ്റെ കല്യാണ സമയത്ത് വരുന്നുണ്ട്, സുന്ദരൻ്റെ വിവാഹ സമയത്ത്. സാക്ഷാൽ ഭഗവാൻ പരമ്പൊരുൾ വേഷം മാറി വന്ന് പറയുന്നുണ്ട്, സുന്ദര, നിനക്ക് കല്യാണം ഒന്നും കഴിക്കാൻ പറ്റില്ല, നീയും നിൻ്റെ വംശപരമ്പരയും എനിക്ക് അടിമയാണ്. സുന്ദരൻ പറയുന്നുണ്ട്, ഞാൻ എങ്ങനെയാണ് നിനക്ക് അടിമയാവുക? ഞാൻ ശിവന് മാത്രമേ അടിമയാവൂ. ശിവന് മാത്രമേ ഞാൻ അടിമയായിട്ടുള്ളൂ, വേറെ ആർക്കും ഞാൻ അടിമയായിട്ടില്ല. അല്ലടാ, നീയും അടിമയാ, നിൻ്റെ പൂർവീകരും അടിമയാ, നിങ്ങളുടെ വംശമേ എനിക്ക് അടിമകളാ. അതിനെന്താ തെളിവ്? ഇതാ എൻ്റെ കയ്യിലുണ്ട് തെളിവ് എന്നും പറഞ്ഞൊരു ഓലയെടുത്ത് കാണിച്ചപ്പോൾ സുന്ദരൻ ചോദിച്ചു, എന്നെയും കൂടെ ഒന്ന് കാണിക്ക്. നിന്നെ എന്തിനാ കാണിക്കുന്നത്? നീ എൻ്റെ അടിമകളെ കാണിക്കുന്ന പാരമ്പര്യം ആർക്കില്ല? ഞങ്ങൾക്കില്ല. ഞങ്ങൾ ബ്രാഹ്മണർക്ക് അടിമകളെ കാണിക്കുന്ന പാരമ്പര്യമില്ല. നിൻ്റെ കൂട്ടത്തിൽ ആരെങ്കിലും ബോധമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക, അവരെ എല്ലാം വിളിക്കും, ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞു. പണ്ഡിതന്മാരെ എല്ലാം കാണിച്ചു. പറഞ്ഞ ശരിയാ, എന്തെഴുതി വെച്ചേക്കണോ? അടിമയാണെന്നുള്ളത്. ഇത് കേട്ടതോടുകൂടി ഇദ്ദേഹം എന്ത് ചെയ്തു എന്നറിയാവോ? സുന്ദരൻ ചാടി എഴുന്നേറ്റ് ആ ഓല വലിച്ചു കീറി 2 ഭാഗത്തേക്ക് കളഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് ബ്രാഹ്മണൻ പറയുക, എടാ, ഇത് സെറോക്സ് കോപ്പിയാണ്, ഒറിജിനൽ വേറെ എൻ്റെ കയ്യിലിരിപ്പുണ്ട്. എവിടെ ഇരിക്കുകയാണ്? അത് ചിദംബരത്തിരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും ശരി, ഇതെല്ലാം കൂടെ കേട്ടതോടുകൂടി സുന്ദരന് സങ്കടമായി. സുന്ദരൻ ഭഗവാനെ വിളിച്ച്, എടാ പിത്ത. എന്തെന്നാ വിളിച്ച്? തമിഴിൽ പിത്തൻ എന്ന് വെച്ചാൽ എന്താ? പ്രാന്തൻ എന്നാണ് അർത്ഥം. പിത്ത, ഞാൻ എങ്ങനെയാടാ നിനക്ക് അടിമയാവുന്നത്? ശേഷം ചന്ദ്രകലാധരനായ ഭഗവാൻ തൻ്റെ വിഭൂതിയിൽ തൻ്റെ അലങ്കാരത്തെ കാട്ടിക്കൊടുത്തതോടുകൂടി മനസ്സിലാക്കിയ സുന്ദരമൂർത്തി ഭഗവാന്റെ പാദത്തെ വീണ് ശരണമാശ്രയിച്ചു. ഭഗവാൻ പറഞ്ഞു, സുന്ദര, നീ ഇനി മുതൽ കീർത്തനങ്ങൾ എഴുതിക്കോളൂ. ഇപ്പോൾ ചോദിച്ചു, ഭഗവാനെ, ഇന്ന് വരെ ഒരു മൂളിപ്പാട്ട് പോലും പാടാത്ത ഞാൻ എങ്ങനെയാ ഭഗവാനെ കീർത്തനം എഴുതുക? അപ്പോൾ പറഞ്ഞു, സാറേ ഇല്ലടാ, നിനക്ക് എഴുതാൻ പറ്റും, ഞാൻ നിനക്ക് തുണയായി ഇന്നെല്ലാം ചെയ്തു തരാം. അപ്പോൾ പറഞ്ഞു, എങ്ങനെയാ ഭഗവാനെ സ്തോത്രം എഴുതുക? അപ്പോൾ പറഞ്ഞു, ഞാൻ വന്നപ്പോൾ നീ എന്നെ ആദ്യം വിളിച്ചൊരു പേരില്ലേ? എന്താ? പിത്താ ഇല്ലേ? എന്താ? പ്രാന്താ. അതുകൊണ്ട് നീ ആദ്യത്തെ സ്തുതി എങ്ങനെ എഴുതണം? അതേ വെച്ച് എഴുതിക്കോളാൻ പറഞ്ഞു. സുന്ദരൻ ആദ്യത്തെ സ്തുതി എഴുതി. പിത്താ പിറൈ സൂടി പെരുമാനേ അരുളാല എന്ന് തുടങ്ങണ സുന്ദരമായ കീർത്തനം. അല്ലയോ പ്രാന്താ, ഇല്ലേ? അല്ലയോ ഭ്രാന്ത എന്നും വിളിച്ച് സാക്ഷാ ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ഏറ്റവും കൂടുതൽ എപ്പോഴും ഇരുന്ന് ആസ്വദിക്കുന്ന 2 സങ്കല്പങ്ങളാണ്. എന്താണെന്നറിയോ? നമ്മൾ വാത്സല്യപൂർവ്വം ഭഗവാനെ, ഗുരുവായൂരപ്പനെ എന്താ വിളിക്കുക? കള്ളക്കണ്ണാന്ന് വിളിക്കും, ഇല്ലേ? കള്ളാന്ന് വിളിച്ചാൽ വിളി കേൾക്കാനും ആരുണ്ട്? ഒരു ഈശനുണ്ട്. പ്രാന്താന്ന് വിളിച്ചാൽ വിളി കേൾക്കാനും ഒരു ഈശനുണ്ട്. അപ്പോൾ നമ്മുടെ ഭാവത്തിലാണ് നമ്മുടെ സങ്കല്പം. അതായത് ഒരിക്കലും നമ്മുടെ ഭഗവാന്മാർക്കല്ല പ്രാധാന്യമുള്ളത്. ആർക്കാ പ്രാധാന്യം? നമുക്കാ പ്രാധാന്യം. നമ്മളാണ് നിശ്ചയിക്കുന്നത് നമ്മുടെ ഭഗവാൻ എങ്ങനെ ഇരിക്കണം. കൃഷ്ണൻ ജനിച്ച സമയത്ത് ഗോപികമാർ പറഞ്ഞു, ഞങ്ങളുടെ സ്വാമി ജനിച്ചു, ഞങ്ങളുടെ രക്ഷകൻ ജനിച്ചു എന്നൊക്കെ അവർ പറഞ്ഞു. അവർക്കൊക്കെ ആരായി കാണാൻ പറ്റി? രക്ഷകനായി കാണാൻ പറ്റി. കംസൻ എന്താ പറഞ്ഞത്? എൻ്റെ കാലൻ ജനിച്ചു എന്ന് പറഞ്ഞതോടുകൂടി ഭഗവാൻ കംസൻ്റെ ആരായി? കാലനായി മാറി. നമ്മൾ എങ്ങനെയാണോ ഈശനെ കാണുന്നത് അങ്ങനെ ആവുള്ളൂ ആര്? നമുക്ക് ഇങ്ങോട്ട് കിട്ടുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം, ഈശ്വരനെ പേടിക്കുകയല്ല ചെയ്യേണ്ടത്, ഈശ്വരനെ പ്രേമിക്കണം. ആ പ്രേമത്തിനാണ് ഭക്തി എന്ന് പറയുക. ആ പ്രേമമെന്ന് പറയുന്നത് നിസ്വാർത്ഥമായിരിക്കണം. എങ്ങനെ ആയിരിക്കണം എന്നറിയോ? ഭക്ത കണ്ണപ്പനെ പോലെ നിസ്വാർത്ഥമായിരിക്കണം. ഭക്ത കണ്ണപ്പൻ എന്ത് ചെയ്തു എന്നറിയോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇവൻ പൂജിച്ചുകൊണ്ടിരുന്ന ശിവലിംഗം, ഇവൻ ചെന്നപ്പം ശിവലിംഗത്തിൻ്റെ കണ്ണിൽ നിന്ന് എന്ത് വന്നുകൊണ്ടിരിക്കുക? ചോര ധാരധാരയായി ഒഴുകുക. അപ്പോൾ അവൻ ചോദിച്ചു, അയ്യനേ, അപ്പനെ, ഈശനെ, നിന്റെ കണ്ണ് പോയാൽ നീ എങ്ങനെ ഈ ലോകത്തെ നോക്കിക്കാണും അപ്പാ? ഭഗവാനെ, നീ സങ്കടപ്പെടണ്ട, നിനക്ക് ഞാൻ എന്ത് തരാം? എൻ്റെ കണ്ണ് തരാമെന്ന് പറഞ്ഞ് തൻ്റെ ഇടത് കാലുകൊണ്ട് ശിവലിംഗത്തെ ചവിട്ടി വലത് കാലുകൊണ്ട് ആ രക്തം വരുന്ന ഭാഗം തൻ്റെ വലത് കാലുകൊണ്ട് അടയാളപ്പെടുത്തി തൻ്റെ ആവനാഴിയിലുള്ളതായിരിക്കുന്ന അമ്പെടുത്ത് തൻ്റെ കണ്ണ് ചൂഴ്ന്നെടുത്ത് ആ കണ്ണെടുത്ത് ആർക്ക് വെച്ച് കൊടുത്തു? ശിവന് വെച്ച് കൊടുത്തു, ഇല്ലേ? ഭഗവാന് വെച്ച് കൊടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഭഗവാന് വേണ്ടി എന്താ കൊടുത്തത്? കണ്ണ്, ഇല്ലേ? ഈ ഇരിക്കുന്ന നമ്മൾ ആരെങ്കിലും കൊടുക്കൂ? ഒരാളൊരിക്കൽ ചോദിച്ചു, മേൽപ്പത്തൂർ വിളിച്ചപ്പം ഭഗവാൻ വന്നില്ലേ?
പൂന്താനം വിളിച്ചപ്പോൾ വന്നില്ലേ? കുറൂരമ്മ വിളിച്ചപ്പോഴും ഭഗവാൻ വന്നില്ലേ? ഗുരുവായൂരപ്പൻ വന്നില്ലേ? എന്താ നമ്മൾ വിളിക്കുമ്പോൾ വരാത്തേ? അവർ വിളിച്ച പോലെ നമ്മൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആര് വരും? ഭഗവാൻ വരും. ചിത്തശുദ്ധി നിർബന്ധ. ഇപ്പോൾ ചിലരടുത്ത് ചോദിച്ചാൽ പറയും, ഇല്ലേ പെരുന്തട്ടയിൽ ഭാഗവത സത്രം നടക്കുകയല്ലേ, നിങ്ങൾ പോണില്ലേ സത്രത്തിന്? ഓ, എന്തിനാ സത്രത്തിനൊക്കെ പോകുന്നത്? എൻ്റെ ആവശ്യം എന്താ? മനസ്സ് നന്നായാൽ പോരെ? ഗുരുവായൂരപ്പനെ പോയി തൊഴണ്ടേ? ഓ, എന്തിനാ അവിടെ പോയി ക്യൂ ഒന്നും പോയി നിന്നും കാണുമൊന്നും വേണ്ട, എന്ത് നന്നായാൽ മതി? മനസ്സ് നന്നായാൽ മതി, ഇല്ലേ? ഓ, ലോകത്ത് ഇന്നേ വരെ ഏതെങ്കിലും മനുഷ്യൻ അവൻ്റെ മനസ്സിനെ കുറ്റം പറയൂ? എല്ലാ മനുഷ്യരുടെയും മനസ്സ് നന്നായിരുന്നുവെങ്കിൽ ഈ ലോകം ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. അവരവർക്ക് അവരവരുടേത് മാത്രമേ എപ്പോഴും ശരിയായി തോന്നുള്ളൂ, തിരുത്താൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നോക്കിക്കഴിയുമ്പോൾ ശിവൻ എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വൃത്തിഹീനതയിൽ വെച്ച് ഏറ്റവും വൃത്തിഹീനമായിട്ടാണ് ആര് നടക്കുന്നത്? ശിവൻ ഇരിക്കുക. എന്നാൽ വൃത്തിയുള്ളതിൽ വെച്ച് ഏറ്റവും വൃത്തിയിലുമാണ് ആരിയ്ക്കുക? ഭഗവാൻ ഇരിക്കുക. ആരും പോകാൻ ഇഷ്ടപ്പെടാത്ത ശ്മശാനത്തിൽ സാക്ഷാൽ കാരുണ്യമൂർത്തിയായ ഭഗവാൻ നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ തിരക്കും കഴിയട്ടെ, ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ശിവനെ നോക്കുമ്പോൾ എനിക്ക് ഓർമ്മ പറഞ്ഞതാ, നിൻ്റെ ജീവിതത്തിലെ എല്ലാ തിരക്കും കഴിയട്ടെ. തിരക്കൊക്കെ കഴിഞ്ഞ് നീ ആരുടെ അടുത്തേ വരൂ? എൻ്റെ അടുത്തേ വരൂ. നിന്നെ എരിക്കുന്ന ആ ചാരമുണ്ടല്ലോ, ആ ചാരം ഒരു നുള്ളെടുത്ത് ഞാൻ എൻ്റെ ദേഹത്തിടാതെ നിനക്ക് എന്ത് കിട്ടില്ല? മുക്തിയേ കിട്ടില്ല. നിൻ്റെ എല്ലാ തിരക്കും കഴിയട്ടെ, നിൻ്റെ എല്ലാ തിമിർപ്പും കഴിയട്ടെ, ഇല്ലേ? എല്ലാം കഴിഞ്ഞ് നീ ശാന്തമായി നിൻ്റെ ആളുകളെല്ലാം നിന്നെ കൊണ്ട് വേണ്ട എന്ന് പറയുന്ന ഒരു സമയം വരും. ഒരു 50-55 വയസ്സ്, 50-55 വയസ്സ് നമ്മൾ എത്ര പൊട്ടൻഷ്യലുള്ള ആളായാലും എത്ര ഔട്ട്പുട്ട് ഉണ്ടാക്കി കൊടുത്തെന്ന് പറഞ്ഞാലും നമ്മുടെ കമ്പനി ഡെഫിനറ്റ്ലി നമ്മളെ പറഞ്ഞ് പുറത്താക്കും, ഇല്ലേ? നമ്മൾ എന്തൊക്കെ അങ്ങോട്ട് കൊടുത്താലും അവർ പറയും നിന്നെ ഇനി ഞങ്ങൾക്ക് വേണ്ട, ഇല്ലേ? 55 വയസ്സ് കഴിഞ്ഞ് ശേഷമായിരിക്കും കരയോഗത്തിലേക്കും അമ്പല കമ്മിറ്റിയിലൊക്കെ പ്രസിഡന്റുമാരാവാൻ പോവുക. 55 വയസ്സ് മുതൽ ഒരു 65 വയസ്സ് വരെ അതിലിരിക്കും. കരയോഗക്കാരും അമ്പലക്കാരും അവസാനം എന്ത് പറയും? 65 വയസ്സ് കഴിയുമ്പം നിന്നെ ഞങ്ങൾക്ക് വേണ്ട. 65 വയസ്സ് കഴിഞ്ഞ് പിന്നെ ഒരു 75 വയസ്സ് 80 വയസ്സ് വരെ എങ്ങനെ വീട്ടിൽ ഒതുങ്ങിക്കൂടും. 80 വയസ്സാകുമ്പോൾ വീട്ടുകാരെന്ത് പറയും? നിങ്ങളെ ഞങ്ങൾക്കും വേണ്ട. 85 വയസ്സ് കഴിയുമ്പോൾ ഭൂമി എന്ത് പറയും? നിന്നെ ഞങ്ങൾക്കും വേണ്ട, ഇല്ലേ? എല്ലായിടത്തു നിന്നും ഒഴിവാക്കപ്പെടുമെന്നറിഞ്ഞിട്ടും ഇല്ല, ഞാനെന്നും ഒഴിവാക്കപ്പെടില്ല, ഇതൊക്കെ എൻ്റേതാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ആ അഹങ്കാരമുണ്ടല്ലോ, ആ ഒരു ചിന്തയുണ്ടല്ലോ, ആ ചിന്തയാണ് നമ്മളെ ഈ ശനിയിൽ അകറ്റി വയ്ക്കുന്നത്. അപ്പോൾ ചോദിക്കും, ഇതൊക്കെ കളയാൻ? ഇതൊന്നും കളയാൻ പറഞ്ഞിട്ടില്ല. പരമയോഗീശ്വരനായിരിക്കണ ശിവൻ കുടുംബസ്ഥനാ, കുടുംബനാഥനാ, എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുണ്ട്. ശിവൻ്റെ കുടുംബത്തിലുള്ള പോലെ പ്രശ്നങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഒരു കാള, ഒരു സിംഹം, ഒരു പാമ്പ്, ഒരു എലി, ഒരു മയിൽ, ഇതിനെ എല്ലാത്തിനെയും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം ദൂരീകരിച്ചാണ് ആര് പോയത്? സാക്ഷാൽ ഈശൻ പോവുക എപ്പോഴും. അപ്പോൾ ശിവം എന്ന് പറയുന്നത് ആദ്യമേ പറഞ്ഞ വാക്ക് ഇവിടെ എടുത്തു പറയുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിലാണ് പ്രാധാന്യം. നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്തോ ഭാവിയെ ഓർത്തിട്ടോ ഒരു തരത്തിലുമുള്ള ആവലാതികൾ ഉണ്ടാവരുത്. അത് നമുക്ക് ആനന്ദമല്ല, നമുക്ക് ദുരിതങ്ങളെ തരൂ. അപ്പോൾ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ആനന്ദപൂർണമായി ജീവിക്കുമ്പോഴാണ് നമ്മൾ ആരെ അറിയുക? ഈശനെ അറിയുക. മറക്കണ്ട, തിമിർപ്പും തിരക്കുമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴും നമ്മളെ കാത്താരിരിക്കും? ഭഗവാൻ അവിടെ ഇരിപ്പുണ്ടാകും. കാരണം അതുകൊണ്ട് അതിസുന്ദരമായി പറഞ്ഞു, ഏത്? തായിൽ സിറന്ത ദയാവാനതത്വനേ, അമ്മയേക്കാൾ എന്നോട് കരുണയുള്ളവനെ, എൻ്റെ സമസ്ത തെറ്റുകളെയും ദ്രോഹങ്ങളെയും എൻ്റെ ചെയ്തികളെയും ഒക്കെ പുറത്തവനെ, നീയല്ലാതെ വേറെ ആരും ഈ ലോകത്തിൽ എന്നോട് പൊറുക്കാനായിട്ടില്ല, ഇല്ലേ? ഒന്നാലോചിച്ച് എന്തെല്ലാം ചെയ്തു കൂട്ടിയിട്ടുണ്ട് ശിവനെ, ആലോചിച്ച് നോക്കുക. ശേഷം പറയുന്നുണ്ട് അതിസുന്ദരമായിട്ട്, ഇത്രയും സുന്ദരമായ മനുഷ്യജീവിതം, ഇല്ലേ? ഈ സുന്ദരമായിരിക്കുന്ന ജീവിതത്തിനെ സദ്ഗുണ വൈകൃതങ്ങൾ കാണിക്കരുത് ഒരിക്കലും. അതൊന്നും ഈശ്വരമാർഗത്തിന് നല്ലതല്ല, ഈശ്വരമാർഗത്തിന് അനുയോജ്യവുമല്ല. ഏത്? സദ്ഗുണ വൈകൃതങ്ങൾ കാണിക്കുക. ഈ കിട്ടിയതായ ജന്മത്തിൻ്റെ സൗന്ദര്യത്തെ ആസ്വദിക്കാതെയാണ് പലരും ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. ജീവിതത്തിൻ്റെ സൗന്ദര്യത്തെ ആസ്വദിക്കണം. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ തരണം ചെയ്യുമ്പോഴാണ് ജീവിതത്തിൻ്റെ സൗന്ദര്യത്തെ അനുഭവിക്കുക, അറിയുക. സുന്ദരമായി പറയുന്നുണ്ട്, പുല്ലാകി പൂണ്ടായി പൂവായി മരമായി പൽവിരുമുഖമായി പറവയായി പാമ്പായി കല്ലായി മനിതരായി പേയായി കണങ്ങളായി വല്ല അസുരരാകി മുനിവരായി ദേവരായി സെല്ലാ നിன்ற இந்த தாவர தங்கமத்துள் എല്ലാ പിറപ്പും പിറന്തേനേ എൻ പെരുമാനേ. ഭഗവാനെ,
ഞാൻ എത്ര ജന്മങ്ങൾ എടുത്തു എന്നറിയോ എൻ്റെ ശിവനെ? ഒന്ന് ആലോചിച്ച് നോക്കുക. പുല്ലാകി പൂണ്ടാകി പൂവാവി മരമാകി. ആദ്യം വെറും പുല്ലായി ഞാൻ ജനിച്ച്, പൂണ്ടായി ജനിച്ച്, പൂവായും മരമായും പൽവിരുകമായി പലവിധത്തിലുള്ള മൃഗങ്ങളായി ജനിച്ച്, പറവയായി, പാമ്പായി, കല്ലായി, മനിതരായി, പേയായി, കണങ്ങളായി, വല്ല അസുരരായി, മുനിവരായി, ദേവരായി, ഇത്രയും ജനിക്കുക മാത്രമല്ലാതെ സെല്ലാനിன்ற இந்த താവര തങ്കമത്തുൾ, നിന്റെ ശിവസൈന്യത്തിലെ ഒരു ഭൂതഗണത്തിൻ്റെ അധ്യക്ഷ സ്ഥാനവും നീ ആര് തന്നു? എനിക്കത് ഇത്രയും ജന്മങ്ങളെല്ലാം എടുത്തെൻ്റെ ഭഗവാനെ നിന്റെ തിരുനാമത്തെ ഒന്നെനിക്ക് ജപിക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്തൊരു മഹാപാപമാ ചെയ്യുക. ഇത്രയും ഈ പറഞ്ഞതിൽ ചരിക്കുന്നതും ചരിക്കാത്തതുമായിരിക്കുന്ന എല്ലാ ജന്തുജാല ജീവവർഗങ്ങൾ 85 ലക്ഷത്തിൽ പരം ജന്മമെടുത്തെൻ്റെ ശിവനെ, ഇതിൽ നിന്നെല്ലാം മുക്തി ഉണ്ടായത് എപ്പോഴാണെന്നറിയോ തിരുവടിയെ? എപ്പോഴാണ് ഉണ്ടായത്? നിന്റെ പൊന്നടി പാദത്തെ എപ്പോഴാണോ ഞാൻ കാണുന്നത് അന്നാണ് എന്തുണ്ടാവുക? എനിക്ക് മുക്തി ഉണ്ടാവുക. ആ മുക്തി അഥവാ ആ പൊൻപാദം എപ്പോഴാണ് കാണുക? അതാണ് ഗംഗയെ ശിരസ്സിൽ ധരിക്കുക. അഥവാ ചിന്തയാ ജായതേ ദുഃഖം. മുക്തി ഉണ്ടാവുന്നത് എപ്പോഴാണ്? മരണപ്പെട്ടതിന് ശേഷമല്ല, ഇവിടെ ഒന്നിരിക്കുമ്പോൾ കൊണ്ടുപോകണം. ഏത് മുക്തി? ഇല്ലേ? ജീവൻ മുക്താവസ്ഥയിൽ വേണം പോകാൻ. മരണപ്പെട്ടിട്ട് മുക്തി വാങ്ങിക്കാൻ ആരും നിൽക്കണമെന്നില്ലേ? നമ്മളോട് ആരും വന്ന് പറഞ്ഞിട്ടില്ല സ്വർഗത്തിൽ പോയാൽ അങ്ങനെയാണെന്ന്, നരകത്തിൽ പോയാൽ ഇങ്ങനെയാണെന്ന്. പോയിട്ടുള്ളവരാരും തിരിച്ചു വന്ന് പറഞ്ഞിട്ടുമില്ല. അനുഭവക്കുറിപ്പുകളും ഇല്ലേ? ഓരോ സ്ഥലത്ത് പോയാൽ ഡയറി കുറിപ്പുകളുണ്ട്, ഇതും ഇല്ല. അപ്പോൾ സുന്ദരമായി പറയണു, ഇഹത്തിലെ ജീവിതം ABCD എന്നാണ് നമ്മൾ എഴുതുക, ഇല്ലേ? ഇൻ ബിറ്റ്വീൻ B and D ആണ് C, ഇല്ലേ? B ഫോർ ബർത്ത്, D ഫോർ ഡെത്ത്, C ഫോർ ചോയ്സ്. B ഫോർ ബർത്ത്, D ഫോർ ഡെത്ത്, C ഫോർ ചോയ്സ്. ഈ ഒരു ജീവിതത്തിനെ നല്ല ഭംഗിയായി കൊണ്ടുപോകുമ്പോഴാണ് ശിവനെ അറിയുക, ശിവനെ അനുഭവിക്കുക. ശിവനെ അറിയുക, ശിവനെ അനുഭവിക്കുക. അപ്പം സ്വയമേ ആനന്ദം കണ്ടെത്താത്ത ഒരാൾ, സ്വയമേ ചിന്തകളിൽ നിന്ന് മുക്തിയില്ലാത്ത ഒരാൾ എങ്ങനെയാ വിഗ്രഹത്തിലിരിക്കണ മൂർത്തിയെ കാണുക? അവൻ അവിടെ എന്തായി തീർന്നു, എന്തായി അവൻ പരിണമിച്ചു എന്നുള്ളത് നോക്കുക. മുമ്പ് പറഞ്ഞ പോലെ പുല്ലാകി വീണ്ടും എന്താവും അവസ്ഥ? പുല്ലാകി പൂണ്ടാകി പൂവായി മരമാകി പാമ്പായി പേയായി കണങ്ങളായി ദേവരായി മുനിവരായി അസുരരായി എല്ലാ പിറപ്പും പിറന്തേനേ എൻ പെരുമാനെ. എത്രയോ ജന്മങ്ങൾ എടുത്ത് അനുഭവിച്ച് തീർന്നിട്ടും എന്ത് മാറിയിട്ടില്ല? അഹന്ത മാറിയിട്ടില്ല. ഹന്ത മാറാൻ എന്താണ് മാർഗം? ഹന്ത മാർഗാനുള്ള ഒറ്റ മാർഗത്തെക്കുറിച്ച് പറയുന്നു ആഗമത്തിൽ. നമഃശിവായ. ഏത് ജപിക്കുക? നമഃശിവായ, നമഃശിവായ, നമഃശിവായ. നമഃശിവായ പാഹിമാം, നമഃശിവായ പാഹിമാം, നമഃശിവായ പാർവതീശ പാപനാശനാഹരേ. ഇത്ര സുന്ദരമായിരിക്കണ കീർത്തനം, ഇല്ലേ? ഇതൊന്നും സന്ധ്യാവേളകളിൽ മുഴങ്ങാത്ത ഒരു കുടുംബങ്ങളും ഉണ്ടായിരുന്നില്ല. അതിസുന്ദരമായ ഹരിനാമകീർത്തനം നമ്മൾ എവിടെ കേട്ടോ അതിൻ്റെ തൊട്ട് പുറകെ ഏതും വരും. നരനായി ഇങ്ങനെ എന്ന സുന്ദരമായിരിക്കണ കീർത്തനം വരും, ഇല്ലേ? ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും ക്ഷണികമാണെന്നറിഞ്ഞ് ആ ക്ഷണികമായിരിക്കുന്ന സുഖത്തിനെക്കാട്ടിൽ ശാശ്വതമായിരിക്കുന്ന ആനന്ദം ജീവിതത്തിൽ വേണമെന്ന് ആഗ്രഹമുള്ള ഓരോ സജ്ജനവും ജപിച്ചോളുക ശിവായ എന്ന മന്ത്രത്തിനെ. ശി എന്ന ശബ്ദം കൊണ്ട് അസ്തിത്വത്തിനെയും അപാരമായിരിക്കുന്ന ഊർജപ്രവാഹത്തെയും സൂചിപ്പിക്കുമ്പോൾ വകാരം കൊണ്ട് താങ്ങാൻ പറ്റാത്തതായിരിക്കുന്ന ഈ ശരീരത്തിൽ ശേഷി ഉണ്ടാവണം. അതിനെന്തുകൂടെ ചേർത്ത് ജപിച്ചു? വകാരം കൂടെ ചേർത്ത് ജപിച്ചു. അപ്പോൾ ശിവായ നമ, ശിവായ നമ, ശിവായ നമ. അഹങ്കാരത്തെ മാറട്ടെ, എല്ലാവർക്കും ശാന്തി ഉണ്ടാവട്ടെ, എല്ലാവർക്കും സ്വസ്ഥത ഉണ്ടാവട്ടെ, എല്ലാവർക്കും സമാധാനം ഉണ്ടാവട്ടെ. വളരെ ശ്രേയസ്കരമായിരിക്കണ ഈ 41ാമത് ഭാഗവത മഹാസത്രവേദിയിൽ വന്ന് ഇരിക്കുമ്പോൾ എൻ്റെ ഗുരുനാഥനോടൊപ്പം ഒരു വേദിയിലൂടെ ഇരിക്കുക എന്ന് പറഞ്ഞ ഒരു മഹാഭാഗ്യം. അങ്ങനെ ഈ ഒരു ഗുരുവായൂരപ്പൻ്റെ മണ്ണിൽ എൻ്റെ അയ്യപ്പൻ്റെ അനുഗ്രഹം കൊണ്ട്, ദേശം വാഴുന്ന പുന്നതമ്പ്രാൻ്റെ അനുഗ്രഹം കൊണ്ട്, ജന്മം തന്ന് അനുഗ്രഹിച്ച മാതാപിതാക്കളുടെ കൃപ കൊണ്ട് ഇവിടെ വരുവാനും നിങ്ങളെ ഓരോരുത്തരെ കാണുവാനും സാധിച്ചത് ജീവിതത്തിൽ മഹാഭാഗ്യമായി കരുതുന്നു. എല്ലാവർക്കും അയ്യപ്പൻ എല്ലാവിധ നന്മകളും നൽകട്ടെ, എല്ലാവർക്കും ദീർഘായുസ് നൽകട്ടെ. പറഞ്ഞ വാക്കുകളൊക്കെ തന്നെ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട്
കായേന വാച മനസേന്ദ്രിയൈർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി അനായാസേന മരണം വിനാ ദൈന്യേന ജീവിതം ദേഹിമേ കൃപയാ ശംഭോ ത്വയി ഭക്തിരചഞ്ചല. ഹര ഓം നമഃ പാർവതീപദേ. ഹര ഓം നമഃ പാർവതീപദേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.